अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। औज़ु बिल्लाहि मिनश्शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। इन्नल्लाह व मलाइकतहू युसल्लूना अलन नबी या अय्युहल्लज़ीना आमनू सल्लु अलैहि व सल्लिमू तस्लीमा। अल्लाहुम्मा सल्लि अला ज़ाति मुहम्मदिय्यतिल लतीफ़तिल अहदिया शम्सी समाइल असरा व मज़हरिल अनवार व कुतुबी फलकिल जमाल व मरकज़ी मदारिल जलाल। अल्लाहुम्मा बिसिर्रिही इलैक व बिसैरिही लदैक आमिन खौफी वदहिब हुस्नी व हिर्सी व कुन ली वखुदनी इलैक मिन्नी वर्ज़ुक़निल फ़नाअ अन्नी वला तजअलनी मफ़्तूनन बिनफ़्सी महजूबन बिहिस्सी वक्शिफ़ ली अन कुल्लि सिर्रिन मक्तूम या हय्यू या क़य्यूम। അത്രമേൽ സ്നേഹവും ആദരവുമുള്ള ഇവിടുത്തെ ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിനുള്ള സ്നേഹവും നന്ദി. ആളുകളോട് എനിക്ക് സംസാരിക്കേണ്ടി വരാറുള്ളത്, സംസാരിക്കുകയും പാടുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ, ഞാൻ ഇതിൽപ്പെട്ട ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ അധ്യാപകനാണ്. ഞാനൊരു +2 സോഷ്യോളജി അധ്യാപകനാണ്. എങ്കിലും കൂടുതൽ എനിക്ക് ഒന്നുകിൽ LP വിഭാഗത്തിലുള്ള കുട്ടികളോട് സംസാരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് ലെവലിലുള്ള, അതിൻ്റെ ഇടയിലുള്ള ബൈനഹുമ ഭയങ്കര പ്രശ്നമാണ്. ആ പ്രശ്നം ഞാൻ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ മാറ്റങ്ങളൊക്കെ ഞാനിങ്ങനെ നിരന്തരം കണ്ടും പഠിച്ചുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, പിന്നെ പാടുന്നു എന്നാണ് നിങ്ങൾ ഇതിൻ്റെ പോസ്റ്ററിൽ കൊടുത്തത്. അതിങ്ങനെ ഒരു ഏരിയയിലായതുകൊണ്ടാണ് നിങ്ങൾ കുടുങ്ങാതിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഈ പോസ്റ്റർ കണ്ടാൽ വിളിക്കും, ബിൻസി മാഷ പരിപാടി എപ്പോഴാണ് തുടങ്ങുക, എപ്പോഴാണ് ആരംഭിക്കുക, അത് പാട്ടിൻ്റെ വലിയ കോൺസെപ്റ്റാണ്, മ്യൂസിക്കൊക്കെ ഉള്ളതെന്ന് വിചാരിക്കും പോസ്റ്റർ കണ്ടാൽ. ഞാൻ പിന്നെ പോസ്റ്റർ എന്താണ് കണ്ടത്, മറ്റത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെയുള്ള പരിപാടി ആകുമ്പോൾ ടോക്ക് എന്ന് കൊടുക്കാനേ പറയാറുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രം. മറ്റൊരു കാര്യം, നിങ്ങൾ എന്നെ പ്രഥമമായി കാണേണ്ടത് എന്നെ ഒരു കലാകാരനായിട്ടാണ്, ഒരു ഫന്നാൻ ആയിട്ടാണ്. വേറെ ഒരു ആലിമിൻ്റെ ഒന്നും എത്തിബാറിൽ നിങ്ങൾ നമ്മളെ കാണാൻ പാടില്ല. നമ്മുടെ മേഖല തീർത്തും കലാമേഖലയാണ്. എന്നാൽ നിങ്ങൾ എത്തിപ്പെടേണ്ട കലയുടെ ചില മേഖലകളുണ്ട്. അതിനുള്ള എല്ലാത്തരം പ്രോത്സാഹനങ്ങളും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ തജ്റുബ വെച്ചുകൊണ്ടുള്ള എല്ലാ ഇർഷാദാത്തും നമ്മളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് നൽകാനായിട്ട് നമുക്ക് പറ്റും. അതല്ലാതെ കലാലോകം തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദീനിൻ്റെ അതിൻ്റെ ചൈതന്യത്തിലേക്ക്, അതിൻ്റെ ക്വിൻറ്റസെൻസിലേക്ക് ആളുകൾ നമ്മുടെ കോൺസെപ്റ്റൊക്കെ കണ്ടിട്ട് ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ ഭേദമന്യേ ആളുകൾ ഓരോ കൺസെപ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ അടുത്ത് പലരും വരികയും എസ്പെഷ്യലി പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ നമ്മളോടുള്ള ബന്ധത്തിൽ നിർത്തും. അല്ലാത്ത ആളുകളെ അവരുടെ ഒരു തേട്ടമൊക്കെ അനുസരിച്ച് അവർക്ക് പറ്റിയ ഉസ്താദുമാരുടെയും ജ്ഞാനികളുടെയും ഒക്കെ അടുത്തേക്ക് വഴിതിരിച്ച് വിടുന്ന രീതിയാണ് എനിക്കുള്ളത്. കാരണം നമ്മളെ ആ അർത്ഥത്തിലല്ലാതെ പരിഗണിച്ചാൽ നിങ്ങൾ തന്നെ, കാരണം നിങ്ങളുടേതായ രീതി അനുസരിച്ച് ഞങ്ങളൊക്കെ മ്യൂസിക് ഉപകരണങ്ങൾ അത്രയും സമൃദ്ധമായി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോൺസെപ്റ്റ് നടത്താറുള്ളത്.
മാത്രമല്ല ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ ഞാൻ ചിലപ്പോൾ സ്ത്രീകളുടെ കൂടെയൊക്കെ പാട്ടെല്ലാം പാടാറുണ്ട്. അപ്പം നിങ്ങളതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ, എസ്പെഷ്യലി കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഈ ഒരു ദിവ്യ സ്നേഹത്തെക്കുറിച്ചും റബ്ബിന്റെ പ്രണയത്തെക്കുറിച്ചും പറയുമ്പോൾ പല ദീനിൻ്റെതല്ലാത്ത കുറ്റം കൊണ്ടും വ്യക്തികളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ദീനിനോട് ഒക്കെ മടുപ്പുണ്ടായി, അതിനോട് അങ്ങേയറ്റത്തെ അകൽച്ചയുണ്ടായി. ചില ആളുകൾക്ക് ബോധഭ്രംശം, ഈമാനികമായ നഷ്ടം സംഭവിച്ച്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് നമ്മുടെ കൺസർട്ട്, ഞങ്ങളുടെ മ്യൂസിക് പരിപാടി, ഞങ്ങളുടെ പാട്ടും സംസാരവും കണ്ടിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലപ്പോൾ ഒരു കോളേജിൽ ഒരു ക്യാമ്പസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മസ്താന കലാമെല്ലാം പാടുമ്പോൾ അവർ നീറ്റ് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളതിനെ ബാഹ്യത്തിൽ വിലയിരുത്താറില്ല. കാരണം അങ്ങനെ തുള്ളിക്കളിക്കുന്ന കുട്ടികളായിരിക്കും കോൺസെർട്ട് കഴിഞ്ഞ് ചിലപ്പോൾ എന്നെ വിളിക്കുകയും എൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ വരികയും പൊട്ടിക്കരയുകയൊക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ആംഗിൾ ആണ്. മ്യൂസിക്കിനെ ഈ അർത്ഥത്തിൽ എല്ലാ കാലത്തും ജ്ഞാനികളായ, ആരിഫുകളായ, ധ്യാനബോധികളായ, ബോധപ്രാപ്തരായ ആളുകൾ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കാനുള്ള വാക്കിനൊരു ഒരു പ്രശ്നമുണ്ട്. അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ബന്ധമാണ് ഞാൻ കാണിക്കുന്നത്. സംഗീതം അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല. പക്ഷെ എങ്കിലും ഈ മ്യൂസിക് എന്ന് പറയുന്ന തലത്തിലൂടെ റബ്ബിന്റെ പ്രണയത്തിലേക്കും ഈ അർത്ഥത്തില് രാഗത്തെ, താളത്തെ, നാദത്തെ ഇങ്ങനെ മനസ്സിലാക്കിയ മഹാനാണ്. അതുപോലെ തന്നെ അവിടുത്തെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട മഹാനായ നിസാമുദ്ദീൻ മെഹബൂബ് ഇലാഹി അദ്ദേഹത്തിന്റെ ശിഷ്യനും മഹാകവിയും കലാകാരനും ഒരുപാട് രാഗങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രതിഭയും ആയിരുന്ന അമീർ ഖുസ്രു ഈ രംഗത്ത് ലോകത്തെ ഇതേക്കുറിച്ച് പഠിക്കുന്ന പഠിതാക്കളുടെ മുന്നിൽ ഒരത്ഭുതവും വിസ്മയവുമായി ഇന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനുഷ്യന്റെ അകത്തുള്ള നമ്മളൊരു കാര്യം പറച്ചിലിനേക്കാൾ ഒരു ചൊല്ലിന്, കേവലം പറച്ചിലിനേക്കാൾ രാഗത്തിലോ നാദത്തിലോ താളത്തിലോ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മോണിലും പറക്കൊന്നും അറിയുന്നുണ്ടാവില്ല പറഞ്ഞില്ല. ഇങ്ങനെയുള്ള വാക്കുകൾക്ക് കൂടുതൽ അസറുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് എപ്പോഴും പരിശുദ്ധ ഖുർആൻ വരെയുള്ള വേദങ്ങളുടെ രീതി പറച്ചിലിനപ്പുറം ചൊല്ലിന് പറ്റുന്ന രീതിയാണ്. കേവലം പറച്ചിലല്ല. എന്നാൽ ഖുർആനെ കുറിച്ച് പറയുമ്പോഴാകട്ടെ അത് പദ്യവുമല്ല, ഗദ്യവുമല്ല. അപ്പൊ അത് അത്രയും ആളുകളുടെ കൽപകത്തേക്ക് ചൊല്ലായതുകൊണ്ടാണ് കഴിഞ്ഞത്. ചൊല്ലാൻ പറ്റുന്നതായതുകൊണ്ടാണ് അത് മനുഷ്യർക്ക് അത്രയും അത് ഹൃദയസ്ഥമാക്കാനാണ്. ഈ ഒരു കാര്യത്തെ കണ്ടറിഞ്ഞ ഓരോ മനുഷ്യരും, ഈ ഒരു പ്രകാശത്തെ കൊളുത്തിയെടുത്ത ഓരോ ഗുരുക്കന്മാരും അവർക്ക് പറയാനുള്ളതിനെ ഇങ്ങനെ ചൊല്ലാക്കി അവതരിപ്പിച്ചു. ഇവർക്ക് മാത്രം മതി, പിന്നെ റിപ്പീറ്റേഷൻ അത്ര മനുഷ്യനകത്ത് താളത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു എന്ന്
വളരെ ഗാംഭീര്യത്തിൽ പഠിക്കുന്നതിന് പകരം ഇസ്ലാം കാര്യം അഞ്ചാമ് എന്ന് നമ്മൾ പഠിക്കാൻ കാരണം താളത്തിലുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ കൂടുതൽ നിലനിൽക്കുന്നത് കൊണ്ടും സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടുമാണ്. കുഞ്ഞു വാവുകൾ എണ്ണം പഠിക്കുമ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണുന്നതിന് പകരം ഞങ്ങളുടെ നാട്ടിലൊക്കെ 1, 2, 3, 4, 5 ഇങ്ങനെ ചൊല്ലി പാടി ഒരാൾ വീണാൽ പോലും അത് ചൊല്ലാതെ. ഞാനൊരു കുട്ടിയാണെങ്കിൽ ഞാൻ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഉള്ളിൽ ഒരു താളം ഉള്ളിലുള്ളതുകൊണ്ട്. താളവും സംഗീതവും എല്ലാ കാലത്തും മനുഷ്യന്റെ ഉള്ളിലുണ്ടാകും. ഈ നമ്മളിപ്പോ ഒറ്റ സ്വരത്തിൽ സംസാരിച്ചാൽ ആരെയും അതൊരു സ്വാധീനവും ഉണ്ടാക്കുകയില്ല. നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് സംസാരിപ്പിക്കാം. AI ഒക്കെ വരുന്നതിന് മുമ്പുള്ള രീതിയിലാണെങ്കിൽ എല്ലാ അക്ഷരങ്ങളും ഒരേ സ്വരമായിരിക്കും. സ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇസ്തിലാഹായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒച്ച എന്നുള്ള അർത്ഥത്തിലല്ല. സംഗീതത്തിൽ സ്വരത്തിന് വേറെ ഡെഫിനിഷൻ ഉണ്ട്. അത് ഇപ്പോ നീ പോകൂ എന്ന് നമുക്ക് പറയാം. നീ പോകൂ എന്ന് പറയാം. നീ പോകൂ എന്ന് പറയാം. നീ പോകൂ എന്നാണ് പോകേണ്ടതാണ്. ഇങ്ങനെ പല രീതിയിൽ പറയും. ഇവിടെ എന്തൊന്നാണോ മാറിയത് അതിനാണ് സംഗീതത്തിന്റെ ഭാഷയിൽ സ്വരം എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? സ്വരം. അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലാഹു തആല മനുഷ്യനെ ഈ ലോകത്ത് കൊണ്ടുവന്നതിന് ശേഷം ലോകത്തുള്ള എല്ലാ മനുഷ്യരും സംസാരിക്കുകയും പാടുകയും ചെയ്യുന്നത് ഈ 7 സ്വരങ്ങൾ മാത്രമാണ്. അപ്പൊ ആകാശങ്ങൾ 7, സിഫത്തുകൾ ഇങ്ങനെ സിഫാത്ത് 7 നമ്മളങ്ങനെ പഠിക്കും. 7 മഖാമുകൾ എന്ന് പറഞ്ഞിട്ട് തസവ്വുഫിലൊക്കെ അങ്ങനെ പറയാറില്ല. 7 വർണ്ണങ്ങൾ എന്ന് ഫിസിക്സിലുണ്ട്. 7 സ്വരങ്ങളുണ്ട്. അപ്പോ ഇല്ല എന്നുള്ളതും ഇല്ല എന്നുള്ളതും ശബ്ദം മാത്രമല്ല മാറി. ഇനി ഒരേ ശബ്ദത്തിൽ പറഞ്ഞാൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാല് നമുക്ക് അതിനെ എങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റില്ല? എഴുതുമ്പോ രണ്ടും ഇല്ല എന്ന് എഴുതാം. ട്യൂൺ നമുക്ക് വായിക്കാൻ പറ്റുമോ? ട്യൂൺ വായിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷേ സംഗീതം പഠിച്ചാൽ പറ്റും. ആ ഇ എന്നുള്ളതിന്റെ മുകളിൽ ഏത് സരിഗമ പദനിയിൽ ഏത് സ്വരമാണെന്നും ഇല്ല എന്നുള്ളതിന്റെ മുകളിൽ ഏത് സ്വരമാണെന്നും എഴുതി വെച്ചാൽ ആ ട്യൂൺ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്വരം എന്താണ്? അപ്പൊ ഇത് സ്വരമായിരിക്കും. അപ്പൊ സംഗീതം എന്നാൽ പാടില്ല കേട്ടോ എന്ന് പറയുമ്പോ നിസാരിക സസ എന്നായ പറയും. അപ്പൊ അതിൽ നിന്ന് പോലും മാറാൻ പറ്റണം. അപ്പൊ സംഗീതം അപ്പോ നമ്മളെല്ലാ കാര്യത്തിലും നമ്മളൊരു ഇവല് അത്രയും സുന്ദരമായിട്ട് നമ്മൾ പുറത്ത് അത് പറയുമ്പോ നമ്മൾ വേറൊരു ഫണ്ടിലുള്ള വേറൊരു ഡിസിപ്ലിനിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും അത് കൃത്യമായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് ചിലർ മ്യൂസിക് പാടുണ്ടോ ചെയ്യും. മ്യൂസിക് പാടുണ്ടോ പാടില്ല എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. ആ ഉദ്ദേശിക്കുന്നത് നാദ സംഗീത ഉപകരണങ്ങൾ പാടുണ്ടോ എന്നാണ്. അത് അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു മ്യൂസീഷ്യനോട് സംഗീതം പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളിനെ കൊടുക്കും. കാരണം എന്താ? ആ കേൾക്കുന്ന ആളും സംഗീതം പാടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംഗീതത്തിലാണ്. അയാളത് സ്വയം അടക്കാൻ കേൾക്കുന്നത്. ഇയാൾ എന്താണ് ഈ പറയുന്നത് കേൾക്കും. ഞാൻ അക്ഷരങ്ങൾ എഴുതാറില്ല എന്നൊരാൾ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ തന്നെ അക്ഷരായില്ല. അതുപോലെയാണ് നമ്മള് സംഗീതം എന്ന് പറയും. അതിന്റെ വകഭേദങ്ങൾ പലതും. അപ്പോ നമ്മൾ ഈ പാടുന്നതൊക്കെയും അപ്പൊ ഇപ്പൊ മനസ്സിലാക്കിയ ജ്ഞാനികൾ പാട്ടിലൂടെ
ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വെറുതെ ഗദ്യം പാട്ടാക്കിയതൊന്നും കാര്യമില്ല. പാട്ടിനകത്തൊരു കവിതയും പറഞ്ഞു. വെറുതെ നമ്മൾ പോലത്തെ പത്രവാർത്ത ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ പല കാര്യങ്ങളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, സിനിമാ നടന്മാർ കൊടുക്കുകയാണ്. അതൊന്നും അറിയാവില്ല. അത് ശിവരഞ്ജിനി എന്ന് പറയുന്ന ഒരാളാണ്, പക്ഷെ വായിക്കുന്നത് സാധാരണ ഗദ്യമാണ്. അപ്പൊ പാട്ടാവണമെങ്കിൽ പാട്ടിന് മനുഷ്യർക്ക് ചിന്തയ്ക്ക്, നമ്മുടെ കേവല ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാട്ടുകൊണ്ട് പറ്റും. കാരണം കേവല ബുദ്ധി നമ്മൾ അവസാനിക്കുന്ന സ്ഥലത്താണ് വിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെയും ബോധപ്രാപ്തിയുടെയും നമ്മൾ അവിടേക്ക് കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ കേവല യുക്തിയുടെ ഹെഡ് വിട്ട് കിടക്കുന്നത്, അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറയാൻ നല്ലത് പാട്ടാണെന്ന് വെക്കാൻ. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ ഇതിന്റെ വലിയൊരു പാരമ്പര്യം ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ഒരു ബെൽറ്റിൽ വരുന്നതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കും മാപ്പിളപ്പാട്ടുകളിൽ ആദ്യം കണ്ടെടുക്കപ്പെട്ടത് മുഹീദ്ദീൻ മാലയാണ്. പക്ഷെ മുഹീദ്ദീൻ മാല ഉണ്ടായിട്ട് എത്രയേ കാലങ്ങൾക്ക് ശേഷമാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നമ്മൾ മാപ്പിളപ്പാട്ട് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റും. അത് നോക്കൂ, നിങ്ങൾ എത്രമാത്രം കാവ്യാത്മകമായ ഒന്നാണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അല്ലാഹുവിനും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പർ ആലമുടയവൻ ഏകല്ലരുളാലെ ആയനും എന്ന് പാടുമ്പോ അല്ലാഹ് തിരുപേരും തുതിയും സലവാത്തും, ആ മുഴുവൻ മാലയുടെ മുഴുവൻ എസൻസ് ഒരൊറ്റ കപ്ലറ്റ് വെക്കുകയാണ് മഹാനായ അല്ലാഹ് തിരുപേരും. അപ്പൊ അല്ലാഹ് തിരുപേരും എന്ന് പറയുമ്പോ അല്ലാഹ് തിരുപേരും തുതിയും സലവാത്തും, അത് അള്ളാഹു എന്നതിലേക്കാണോ അത് അർത്ഥമാകുന്നത്, അത് അതിന് ശേഷമുള്ളതിലേക്കാണോ എന്നുള്ളത് ഈ മസ്താന്മാരെല്ലാം ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിലേക്കാണെങ്കിൽ അള്ളാഹു എന്നതൊന്നും തിരുപേര് മറ്റൊന്നുമാണ്. തിരുപേര് എന്ന് പറഞ്ഞാൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത അനുഭൂതികളിൽ ജ്ഞാനികൾക്ക് മാത്രം വെളിപ്പെടുന്ന അതിനൊരു പേരുണ്ട്. ഇസ്മുൽ അഅ്ളം ആണത്രേ തുതിയും സലവാത്ത്. അൽഹംദ് എന്നതുകൊണ്ട് ഏറ്റവും അതിന്റെ സൂക്തങ്ങളുടെ ആരംഭത്തിൽ, ഫാത്തിഹയുടെ ആരംഭത്തിൽ പറയുന്ന അൽഹംദ് എന്നതിനെയാണ് ആ തിരുപേരിന് ശേഷം ഖാദി മുഹമ്മദ് കോർത്ത് വെക്കുന്നത്. തിരുപേരും തുതിയും സലവാത്തും. ഒരർത്ഥത്തിൽ സ്തുതിയുടെ മറ്റൊരു ഡയമെൻഷനാണ് സലവാത്ത് എന്ന് പറയുന്നത്. കാരണം സ്തുതിയാണ് ലോകത്തെ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടികളെല്ലാം സ്തുതിയിലാകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം സൃഷ്ടികളെല്ലാം സ്വലാത്തിലുമാകുന്നു. അപ്പൊ ഞാൻ ഈ മാല ഇവരെ കോർത്താലും കോർത്തില്ലെങ്കിലും സ്തുതിയും സലവാത്തും പ്രപഞ്ചത്തിൽ അമർക്കുലം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഖാദി മുഹമ്മദ് കോർത്തിരിക്കുക. ഇത് തന്നെയാണ് അല്ലഫൽ അലിഫിലെ അല്ലഫൽ അലിഫ് നിലാമ മദഹി അലൽ ആലിആൽ അവ്വൽ സുതൂരി ബിസ്മില്ലാഹി ബദിഇൽ ഖാലി ഖാലി എന്ന് പറഞ്ഞു. അപ്പോൾ തുതിയും സലവാത്തും ഞാൻ ജസ്റ്റ് ഒരു ബർക്കത്തിന് വേണ്ടി മാലയുടെ ഫസ്റ്റ് പറയുന്നു, നമുക്ക് പാടിക്കുമ്പോൾ അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാന്തർ ഏതൊരു കാര്യത്തിന്റെയും തുടക്കം ഈ തുതി സലവാത്ത്, സ്തുതി സ്വലാത്ത് എന്നതുകൊണ്ടായിരിക്കണം എന്ന് വേദാന്തർ അരുൾ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ മാലയുടെ ആദ്യത്തിലും അത് തന്നെ പറയുന്നത്. തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാന്തർ. ആലം ഉടയവൻ ഏകൻ അരുളാലൻ ആയേ മുഹമ്മദ് അവരുടെ ആണത്. എത്ര സുന്ദരമായ ഒരു പൊരുൾ രഹസ്യത്തിലേക്കാണ് ഒന്നാമതൊരു തത്വം പറയുന്നു, രണ്ടാമത് അതിസുന്ദരമായ
ഒരു രഹസ്യത്തെ പറയുകയാണ്. ആലം ഉദയവൻ ഏകൽ അരുളാലി. അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് ചൊല്ലിത്തരുന്നതാകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹംദും സ്വലാത്തും ഒരൊറ്റ വരിയിൽ കോർത്തുകൊണ്ട് പിന്നീട് പറയുന്നത് ആലം ഉദയവൻ ഏകൽ അരുളാലി. എന്താണ് ഏകൽ? ഏകൽ ഇത് അറാദശീലം അതാണ് ഏകൽ. ഉരിയാട്ടം, അട്ടൻസ്. ആദ്യത്തെ ഉരിയാട്ടത്തിന്റെ പേരാണ് ഏകൽ. ഏകൽ അരുൾ. അതുകൊണ്ടാണ് എല്ലാം ഏകപ്പെടുന്നത്. ആ കുൻ കൊണ്ടുണ്ടായ ആദ്യത്തെ പ്രതിഭാസത്തിന്റെ പേരാകുന്നു മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് അല്ലാഹ് തിരുപേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. വേദാംബറാണ് അതുകൊണ്ട് തുടങ്ങാൻ അരുൾ ചെയ്തത്. ഇനി ആരാണ് ആ വേദാംബർ? ആലം ഉദയവൻ ഏകൽ അരുളാലെ ആയിരുന്നു. ഏകൽ അരുളാലെ ആദ്യം ഉണ്ടായത് ഈ മാലയോ, മാല എഴുതുന്ന ഞാനോ പാടുന്ന ഞാനോ അല്ല. അത് ആ കുൻ എന്ന അതിൽ നിന്ന് ആദ്യമായി പ്രാദുർഭവിച്ചത് വേദാംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമെന്നാണ് രണ്ടാമത്തെ. ഏകൽ അരുളാലെ ആയ മുഹമ്മദ്. ആ അരുൾ കൊണ്ടാണ് അവിടുന്നും ഉണ്ടായത്, അവിടുത്തെ പേരും ഉണ്ടായത്. നമുക്ക് എന്തെല്ലാം കടലുകളിലൂടെയാണ് രണ്ട് വരി നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെയും മാലയെ നമ്മളിങ്ങനെ കുരുക്കടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ മാലയുടെ കുരുക്കടി. വല്ലാത്തൊരു സംഭവമാണത്. പക്ഷെ ആളുകൾ അതിന്റെ ഒരു എസോട്രിക് സെൻസ് ഒന്നും അറിയാതെ അതിനെ ചൊല്ലിപ്പോകുന്നത് ചൊല്ലുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മുടെ ഭാഷയിലുണ്ടായ എഴുത്തച്ഛന്റെ സമകാലികനാണ് ഹാദി മുഹമ്മദ് എന്ന് പറയപ്പെടുന്നത്. എങ്കിൽ അധ്യാത്മ രാമായണത്തെ കുറിച്ചുള്ള അതിന്റെ ചർച്ചകൾ ഏതെല്ലാം തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ച മൊഹീദ്ദീൻ മാലയെ കുറിച്ച് ഉണ്ടാകുന്ന ഒരവസ്ഥ ഇവിടെ വന്നിട്ടേയില്ല. മലയാള സാഹിത്യ ലോകത്ത്, മതേതര സാഹിത്യ ലോകത്ത് ഒരു ആത്മീയ ഗ്രന്ഥമായ അധ്യാത്മ രാമായണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതേ മതേതര ലോകത്ത് മൊഹീദ്ദീൻ മാല അത്ര ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടാത്തത് ഇത് അത്ര ആഴമില്ലാത്തൊരു സാധനമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മസ്താൻ ട്രഡീഷനിൽ വരുന്ന മാലി എന്ന് പറയുന്ന തമിഴിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു ബാക്കിയാണ് കേരളത്തിലുണ്ടായ മാല. മാലൈ പാട്ടുകൾ ഇത് അക്കാലത്ത് ഏറ്റെടുത്തിരുന്നത് ഒരർത്ഥത്തില് ജാതി മതഭേദമന്യേ മനുഷ്യരൊക്കെ ഓരോരുത്തർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ ഗുണംകുടി മസ്താൻ എന്ന് പറഞ്ഞിട്ട് മഹാനുണ്ടായിരുന്നു. ഗുണംകുടി മസ്താൻ നമ്മുടെ നാട്ടിലെ ചമസ്താൻ ഒക്കെ പോലെ അതിനേക്കാൾ. അപ്പോ തമിഴരായിട്ടുള്ള സാഹിത്യ ലോകത്ത് 18 സിദ്ധന്മാരിൽ ഒരു സിദ്ധനായിട്ട് അവരെഴുതുന്നത് തന്നെ നേരെയാണ്. മുള്ളുമുനയിലെ 33 കോടി പട്ടണമടക്കി வைத்த அந்த இறைவனுக்கு தலையும் இல்லை, அந்த இறைவனுக்கு தலையும் இல்லை എന്നൊരു പാട്ടാണ്. അത് യഥാർത്ഥത്തില് മുജസ്സിമകളുടെ വാദത്തിന് മുനയൊഴിക്കുന്ന വല്ലാത്തൊരു പാട്ടാണ്. അതിങ്ങനെ കടന്നു പോകുന്നുണ്ട് ആ പാട്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പാട്ടുകൾ ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പണ്ട് തൊട്ടേ പാടി അതൊരു വേറെ ട്രഡീഷനായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു. പലപ്പോഴും ആലിമുകളുടെ ട്രഡീഷനോട് ഇത് അങ്ങനെ ചേർന്ന് നിന്നിട്ടില്ല. ആലിമുകളുടെ മനോഹരമായ നിശബ്ദതകളിലും മനോഹരമായ മൗനാനുവാദങ്ങളിലും ഇനിയിപ്പോ പാടി നടക്കണമെങ്കിൽ നടന്നോട്ടെ എന്നൊക്കെയുള്ള അവരുടെ ഉൾജ്ഞാനികളായ ആലിമുകളുടെ മൗന സമ്മതത്തിലാണ് ഒരു അർത്ഥത്തിൽ ഇവരൊക്കെ നേരെ നിന്നിട്ടുള്ളത്. കാരണം എല്ലാവരും കൂടി ഈ പാട്ടുകാരെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു പ്രത്യേകതായുടെ വഴിയാണ്. അപ്പൊ അവരങ്ങനെ പോയിക്കോളും. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതന്മാർ സമൃദ്ധമായി പാട്ട് കേൾക്കുന്ന ആളുകളെ ഞങ്ങൾക്കറിയാം.
ഞങ്ങളെ മെല്ലെ വീട്ടിലേക്ക് വിളിച്ച് വാതിലൊക്കെ കുറിച്ചിട്ട് ഹാർമോണിയം കവറിലേക്ക് വെച്ചിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് ഇരുത്തത്ത് ഞങ്ങൾക്ക് ഹതിയൊക്കെ തന്ന് പറഞ്ഞയക്കുന്ന ആളുകൾ വേറെ വരുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു അർത്ഥത്തിൽ അവർക്കത് ആസ്വദിക്കുന്ന അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് അവർ എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ പോലെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗദ്യത്തിൽ നിന്നെ കാണാത്ത കണ്ണ് കണ്ടല്ല എന്ന് നമ്മൾ ഒരിടത്ത് പറഞ്ഞാൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ആരെ കാണാത്ത കണ്ണ്? പാട്ടായതുകൊണ്ട് മനസ്സിലാകുന്നതാണ് റബ്ബിനെ പറ്റിയാണ്. റബ്ബേ നിന്നെ കാണാത്ത കണ്ണ് കണ്ടല്ല, നിന്നെ കേൾക്കാത്ത കാത് കാതല്ല. കമാൽ. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകൾ നമ്മൾ ക്യാമ്പസിലൊക്കെ പോയി പാടുമ്പോഴാണ് നമ്മളെടുത്ത് പിന്നെ പല ആളുകളും ഞങ്ങളോട് ആരും റബ്ബിനെ പറ്റി ദൈവത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവൻ കഴിവിന്റെ കാതൽ, അവൻ കരയുടെ തണുപ്പ്. നമ്മളിങ്ങനെ കുട്ടികളോടൊക്കെ ഇങ്ങനെ കുഞ്ഞുവാവാനൊക്കെ തീയിലിടും ഇങ്ങനെ പഠിപ്പിക്കുന്നത്. മധുരത്തിലും പായസത്തിലിടും എന്നൊക്കെ പറയാതെ കുട്ടികളോട് അതൊന്നും അങ്ങനെ നമുക്ക് പറയാം. എന്താണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അതിലും കൊണ്ടുപോയിടുന്ന ഞാൻ പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ കുഞ്ഞുവാവയായിരിക്കുമ്പോൾ തന്നെ ഇതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോ ഘട്ടങ്ങൾക്ക് പറ്റിയ രീതിയിൽ ഇങ്ങനെ കവിതകളല്ലാതെ നിവർത്തിയില്ല. പരിശുദ്ധ ഖുർആനിലാകട്ടെ അങ്ങനെ ഓരോ മഖാമിൽ എത്തുന്ന ആളുകൾക്കും അതിനെ അങ്ങനെ കണ്ടെടുക്കാൻ പറ്റും. കാരണം ഓരോരുത്തർക്ക് അങ്ങനെയാണ് മനസ്സിലായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അങ്ങനെ അത് പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇനി വരുന്ന കാലത്ത് എന്ത് ചെയ്യും? പിന്നീട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയാൻ ഒരു പാട്ട് ഉപയോഗിക്കുക. പാട്ടുകൾ, മെറ്റഫർ, മജാസുകൾ, അപാര ഗ്രഹിതമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലുള്ള അംസാലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പാട്ട്. ചിലപ്പോൾ നമ്മുടെ ബാഹ്യ രീതികൾക്ക് അത് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരൊക്കെ പലപ്പോഴും വിദ്വലായത്. കെ.വി. അബൂബക്കർ മാഷാണ് എന്തെഴുതിയത്? പലരും നമ്മളെ മക്കാറാക്കണം, പറയുന്നു ഞാനാണ്. പലരും നമ്മളെ പിരാന്തനാക്കണം, തുടരും ഞാൻ. പലരും നമ്മളെ മക്കാറാക്കണം, പറയും ഞാനാക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണം, തുടരും ഞാനീ പോക്ക് എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് മനുഷ്യന്മാർ മുഴുവൻ കുറ്റം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഉമ്മയോട് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞതാണ്, നിനക്ക് മനുഷ്യന്മാര് നടക്കുന്നത് പോലെ നടന്നോടെ എന്നൊക്കെ പറഞ്ഞപ്പോ കെ.വി. എഴുതിയ പാട്ടാണ്. അപ്പൊ പറയാം ആൾക്കാർ നമ്മളെ മക്കാറാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സത്യം പറയുന്നത് ചെയ്യും. ആൾക്കാർ എന്നെ ഭ്രാന്തൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ പോക്ക് പോകുന്നത് തന്നെ ചെയ്യും. ഒരു ഭാഗ്യം. കുറച്ചുള്ളിലേക്ക് പോയാൽ പലരും നമ്മളെ മക്കാറാക്കണം, പലരും കളിയാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും ഞാനാ ഹക്ക്, ഞാനാകുന്നു ഹക്ക്, അനൽ ഹക്ക് എന്നതിന്റെ യാഥാർത്ഥ്യത്തെ ഞാൻ പറയേണ്ടിടങ്ങളിൽ പറയുക തന്നെ ചെയ്യും എന്ന് കൂടി വരുന്നു. അതാണ് അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചേരും എന്ന് പറഞ്ഞോവർ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അവരെ കുറിച്ച് ആദ്യം പറയും. ഭയങ്കര രസമാണ്. ഫ്ലാഷ് ബാക്ക് ഓഫ് ദ ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്കിന്റെയും കഥയുടെ ഫ്ലാഷ് ബാക്കിന്റെയും ഫ്ലാഷ് ബാക്ക് അഥവാ എഴുതുന്നത് ഖാദി മുഹമ്മദ്. ആരെ കുറിച്ചാണ് എഴുതുന്നത്? കോട്ടയാണ്. ആരെ? മുഹീദ്ദീൻ ഷെയ്ഖ് മഹാനവർ. മുഹീദ്ദീൻ ഷെയ്ഖ് മഹാനവറുകൾ ആരെ കുറിച്ച് ചെയ്തതാ? ഹല്ലാജ് അവറുകൾ. എന്താണത്? ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ. അപ്പൊ ചില ആൾക്കാർ പറയും അതിന് വേറൊരു കറാമത്തിയായ പെർസ്പെക്റ്റീവ് അതൊക്കെയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തടയുമായിരുന്നു. അതിനപ്പുറം കുറച്ചുകൂടി വിജ്ഞാന രഹസ്യങ്ങളിലൂടെ പോകുമ്പോൾ അന്ന് ഞാൻ അന എന്നതിന്റെ പൊരുൾ രഹസ്യങ്ങൾ അവിടെയുള്ളവർക്ക് അറിയുമായിരുന്നെങ്കിൽ. ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചേരും. അങ്ങനെയാണെങ്കിൽ അവരെ കൊല്ലാതെ അവരെ കൈ പിടിച്ച് അവരിൽ നിന്ന് ഭിക്ഷ സ്വീകരിച്ചേനെ
അന്തരീക്ഷം ആ കൈ പിടിച്ചേരും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു. എല്ലാവരും കോഴിയും കൂകിയടങ്ങുമേ മൊഴിയത്തെയും കോഴി ഖിയാമത്തോടും. അവിടത്തേക്ക് കിട്ടിയ പുണ്യത്തിനെ രസകരമായ ഒരു കാവ്യരൂപത്തിൽ വെക്കുകയാണ്. മൊഴിയത്തെയും കോഴി, ദീനിനെ ജീവിപ്പിക്കുന്ന കോഴി. അവിടത്തേക്ക് കിട്ടിയ പേരാണ്. ആ പേര് കിട്ടിയതിന്റെ ചരിത്രത്തെ കുറിച്ചൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് ഖിയാമം വരെ കൂകും. ആ കോഴികളിൽപ്പെട്ട ഒരു കോഴിയായിരുന്നു മഹാനായ ഖാദി മുഹമ്മദ്. അവിടുന്ന് കൂകിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് അതിന്റെ രഹസ്യങ്ങൾ പാടി പറയുന്നവരൊക്കെയും ആ ഖിയാമത്തോളം ഇങ്ങനെ കൂകുന്നവരിൽപ്പെട്ടവരാണ്. അപ്പൊ എന്തിനാണ് ഇവര് നമ്മൾ ഇതെങ്ങനെയാണ് പാടാം? എന്തുകൊണ്ടാണ്? ഓരോ മനുഷ്യരുടെയും ഓരോ നാഗരികതകളിലേക്കും അവരുടെ ഉള്ളിലുള്ള സംഗീതത്തിലേക്ക് പൊരുൾ രഹസ്യങ്ങളെ, അസ്റാറുകളെ, വേദജ്ഞാന പൊരുളുകളെ ചേർത്ത് വെക്കുകയായിരുന്നു ജ്ഞാനികളും ഗുരുക്കന്മാരും ഒക്കെ. ഇപ്പോ ഞാൻ മലബാർ ഭാഗത്ത്, മലപ്പുറം ആ ഭാഗത്ത് ഒക്കെ, കോഴിക്കോട് അങ്ങനെയുള്ള മ്യൂസിക് ട്രഡീഷൻ നമുക്കറിയാം. പഴയ കാലം നമ്മുടെ മുഖ്യനാഥങ്ങളാണ്. അപ്പൊ ആ സമയത്ത് ഇവിടേക്ക് മുസ്ലിങ്ങളായി വന്നവരൊക്കെയും ഭൂരിപക്ഷം ആളുകളും മലബാറില് ദ്രവീഡിയൻസ് ആണ്, ദ്രാവിഡ ഇതിലുള്ള ദ്രാവിഡ ഗോത്രങ്ങളുടെ ആലാപന ശൈലിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഒരു അറബ് സൗകര്യം വിചാരിച്ചാൽ നിങ്ങൾക്ക് കഴിയില്ല. മുജമ്മദായിരിക്കും. അതല്ല ഞാൻ പറയുന്നത്. ഈ ട്യൂൺ കിട്ടൂല. നിങ്ങളൊരു അറബി ചോദിക്കുക, ഒരു മാറാത്തി ചോദിക്കുക, അല്ലെങ്കിൽ സൗദി ചോദിക്കുക, എന്നിട്ട് അയാളോട് പറയാം. വേറെ മലയാളികളേക്കും വേറെ ഇതൊന്നും ഉണ്ടാകരുത്. അങ്ങനത്തെ ഒരാളോട് പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതാൻ പറയുന്നത് എനിക്ക് സാധ്യമാവില്ല. എവിടുന്നാണ് ആ ട്യൂൺ വന്നത്? അപ്പൊ നമുക്ക് അത് അവിടുന്ന് അറബ് ദേശത്ത് നിന്ന് വന്ന ട്യൂൺ അല്ല, ടെക്സ്റ്റാണ് അറബ് ദേശത്ത് നിന്ന് വന്നത്. പാരായണ നിയമങ്ങളുമാണ് അവിടെ നിന്ന് വന്നത്. ആലാപനത്തിലെ ആ ട്യൂൺ, ആ സ്വരങ്ങളും രീതിയും അതിവിടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരെ എഴുതുന്ന ചോദിന് മുമ്പ് തട്ടിയിട്ടും പോകുന്നില്ല. കാരണം എന്താ? അത് പാടി വന്ന ആളുകൾക്ക് വേറെ വല്ലാത്തൊരു നിധി കിട്ടുകയാണ്. അപ്പോൾ അവർ അവരുടെ ആലാപനത്തിലേക്ക് വളരെ പ്രണയപൂർവം അതിനെ ചേർത്ത് മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മള് മറ്റൊരുപാട് അക്കൾട്ടറേഷന്റെ ഭാഗമായിട്ട് മറ്റൊരുപാട് സംസ്കാരങ്ങളുമായി നമ്മുടെ വേഷത്തിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഒക്കെ ഇങ്ങനെ വിരിച്ചൊക്കെ അതിങ്ങനെ കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരുടെ പാരായണ ശൈലി കൂടി കിട്ടിയതേ ഉള്ളൂ. പക്ഷെ ആ പാരായണ ശൈലി അന്യം നിന്ന് പോണതിൽ എനിക്കൊക്കെ ചെറിയൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. ഇപ്പത്തെ കുട്ടികളെ കറക്ക് പുറത്താണല്ലോ പഠിക്കുന്നത്, അവിടുന്ന് വരുന്നത്. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പം, ഞാനൊക്കെ ജമാഅത്ത് ട്രഡീഷനിലാണ് വളർന്നത്. അപ്പൊ അക്കാലത്ത് നമ്മുടെ 70കളിൽ ജനിച്ച ആ കാലഘട്ടത്തിൽ അത്തരം പോത്തുണ്ടായിരുന്നത് ഇവിടുത്തെ ഉത്ഭവിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കയ്യിലായിരുന്നു. ബാക്കിയുള്ളവരുടെ ഇടയിൽ ദ്രവീഡിയ നോട്ടിന്റെ അതിമനോഹര രൂപമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവരിലും അതിനെ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു. ഇപ്പൊ കുറച്ച് പഴയ കാലത്തിനോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയും, ആ ഭംഗിയൊക്കെ പോയി, ഒത്തിരി പണ്ടത്തെ രസമൊന്നുമില്ല എന്ന് പറയും. കുറച്ച് പാട്ടുകൾ നമുക്ക് ഇങ്ങനെ പോകും. ഓക്കെ, കാരണം പാട്ട് നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് കിട്ടും. എന്റെ പാട്ടിന്റെ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പാട്ടിനെ കുറിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കിട്ടാൻ പാടില്ല. സ്വരം എന്ന് മനസ്സിലായി. സ്വരം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളൊരു കവിത എഴുതിയാല് ആ കവിത ഇപ്പോ എന്താ പറയുക, സിലബസ് പഠിക്കുന്നുണ്ടോ? എഴുതാറുണ്ടോ? അപ്പൊ നമ്മൾ അതിപ്പോ ഏത് ഭാഷയിലാണ് എന്നത് നമ്മൾ അതിനെ ചിഹ്നമിട്ടിട്ട് നമുക്ക് തിരിച്ചെഴുതി വെക്കാൻ കഴിയും. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ട്യൂണിനെ എങ്ങനെ എഴുതിയിരിക്കും? നിങ്ങൾക്ക് ട്യൂൺ പഠിപ്പിക്കണമെങ്കിൽ ആ ട്യൂണിനെ ആളെ വിളിച്ച് പാടിക്കൊടുക്കണം. അപ്പൊ ഫോണുള്ളത് കൊണ്ട് മ്യൂസിക് അറിയുന്ന ഒരാൾക്ക്
ആ പാട്ടിന്റെ മേലെ അതിന്റെ സ്വരസ്ഥാനങ്ങൾ എഴുതി വെച്ചാൽ മതി. അതോട് കൂടിയിട്ട് എന്താവും, ആൾക്കാരുടെ പാട്ട്. ഞാനതിന്റെ ഒരു ഉദാഹരണം ഞാന് ഒരു ഇത് പറഞ്ഞുതരാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നീ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് നമ്മൾ പ്രസംഗിക്കണം. നീ അങ്ങോട്ട് പോകേണ്ടതില്ല, ഇത് നമുക്ക് എഴുതി വെക്കാം. പക്ഷെ എന്റെ ട്യൂണ് മനസ്സിലാവും. എന്റെ ട്യൂൺ ഇതാണ്, നീ അങ്ങോട്ട് പോകേണ്ടതില്ല. അപ്പൊ അതെങ്ങനെ എഴുതിക്കാം? നിസാരിക സസ, അതെങ്ങനെ എഴുതാം? എന്നാണെങ്കിൽ നീ അങ്ങോട്ട് പോകേണ്ടതില്ല, നിസാരിക സസ എന്നാവില്ല. അപ്പൊ കാര്യം ഏകദേശം പിടിയിട്ടില്ലേ? ഇതാണ് സ്വരം. ലോകത്ത് ഇതുവരെ മനുഷ്യൻ സംസാരിച്ചതും പാടുകയും ഇനി വരാൻ ഖിയാമം വരെ മനുഷ്യർ പാടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മുഴുവൻ ഈ 7 സ്വരങ്ങളായിരിക്കും. ആ 7 എന്ന് പറയുമ്പോൾ ആ ചിലത് 2 ഉണ്ട്, ഈ 2 അതുപോലെ 7 സ്വരം. ഇതിനാണ് സ്വരം. ഇനി രണ്ടാമത്തേതാണ് താളം. താളം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണോ? കാരണം നമുക്ക് ഈ കവാലി മറ്റേ ഇത് കൊട്ടിയിട്ട് പാടുന്നവരാണ്. താളം പൊതുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ. താളം എന്ന് പറഞ്ഞാൽ കണങ്ങാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഭാഷയിൽ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അത് പ്രത്യേക താളത്തിന് ചൊല്ലാൻ പറ്റുള്ളൂ. അറിയാമല്ലോ, അതിന് വേറെ താളത്തിന് നമുക്ക് ചൊല്ലാൻ പറ്റില്ല, മലയാളത്തിനും ഒക്കെ. അതിനാണ് താളം എന്ന് പറയുന്നത്. ആ താളം ചെറുപ്പത്തിൽ എഴുതുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 21, 22, 23, 24 എന്ന് പറയാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് സ്വരമായി, മറ്റൊന്ന് എന്താണ്? താളം. ഇനി മറ്റൊന്ന് നാദം. എന്താണ് നാദം? നാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരു കമ്പനം. നമ്മൾ സ്റ്റീലിന്റെ ഒരു ഗ്ലാസിന്റെ മേലെ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ മുട്ടിയാൽ അതിന്റെ ഇങ്ങനെ നിലനിൽക്കും. അതിന് നമുക്ക് വേണമെങ്കിൽ നാദം എന്ന് വിളിക്കാം. നമ്മുടെ ശബ്ദത്തിനൊക്കെ ഉള്ളത് അത് തന്നെയാണ്. ഈ കമ്പനം നടക്കുമ്പോഴാണ് നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നത്. വോക്കോളജിയിലെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട പാഠമാണ് അത്. അപ്പൊ നാദം എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ശബ്ദത്തിൽ നാദം വേണം. ഇപ്പോ എന്ന് നമ്മളെ വാക്കുകൾ സുന്ദരമാക്കാൻ പറ്റുന്നത് നമുക്ക് നാദബോധം ഉള്ളതുകൊണ്ടാണ്. ആ നാദബോധം ഇല്ലാത്ത ആളുകൾ അവിടെ തന്നെ പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യും. നാദം നമുക്ക് മതിയാവാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ഇതിലെ മൈക്കില് നമ്മുടെ റീവർബ്, എക്കോ ഒക്കെ കൊടുക്കുന്നത്. ഒരു നാദവാദ്യ സംഗീത ഉപകരണത്തിന്റെ മുഖം തന്നെയാണ് റീവർബിൽ നടക്കുന്നത്. മനസ്സിലാവുന്നു? അങ്ങനെ ആ ചർച്ച ഉണ്ടായിരുന്നു. സർക്കത്തുള്ള ഉസ്താദ് മൈക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഈ ഹുക്കുമിനെ പറഞ്ഞ സമയത്ത് മ്യൂസിക് അറിയുന്ന ആളുകൾ ഈ ഒരു കാര്യം പറയാൻ കഴിയും. മ്യൂസിക് അറിയുന്ന ആളുകൾ പറഞ്ഞു അവർ സർക്കത്തുള്ള ഉസ്താദിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് പറഞ്ഞത്. കാരണം മ്യൂസിക് ഉപകരണം നമുക്ക് നാദസംഗീതോപകരണം പറ്റുമെങ്കിൽ മൈക്കും പറ്റില്ല എന്നാണ്. കാരണം നാദസംഗീതോപകരണത്തിന്റെ ധർമ്മം എന്താ? ഒരു സിത്താറ് ഉണ്ടാവും, ഒരു കുഴപ്പമാണ്. അപ്പൊ അതിന്റെ ഒരു കമ്പിയിൽ നമ്മൾ ഒരൊറ്റ മുട്ടുമ്പോൾ അത് കുറെ നാദമായിട്ട് ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പാട്, ഇപ്പൊ സാരംഗി, വയലിൻ, അതിനൊക്കെ അങ്ങനെ തന്നെയാണ്. ആ നാദം അവിടെ തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ ദഫ് നാദ സംഗീത ഉപകരണങ്ങളിൽ പെടാത്തത്. നമ്മളെ ബുക്കിൽ പഠിക്കും ദഫേ പറ്റൂ, മറ്റൊരു പറ്റില്ല. ഞാൻ ആ കോൺട്രവേഴ്സിക്ക് പോയല്ല, ഞാൻ നിങ്ങൾക്കൊരു വിഷയം പറഞ്ഞു തരാം. ദഫ് നാദമില്ല. ദഫ് മീൻസ് ഒറിജിനൽ ദഫാണ് ഞാൻ പറയുന്നത്. ഒറിജിനൽ ദഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ചില തോലുകൾ കൃത്യമായ അനുപാതത്തിൽ വെയിലിൽ കൊണ്ട് കയർ കൃത്യമായ രീതിയിൽ അതിന്റെ വട്ടത്തിനനുസരിച്ച് കെട്ടുമ്പോഴാണ്
ദഫ് എന്ന് പറയുന്ന ആ ഇസ്തിലാഹിനനുസരിച്ചുള്ള ഒരു ഉപകരണമായി അത് മാറുന്നു. നിങ്ങൾ ഖവാലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കൊട്ടുന്ന സാധനം ഉണ്ടല്ലോ ഫൈബറിന്റെ, അത് ഗഞ്ചിറ എന്ന് പറയുന്ന ഒരു ഹിന്ദു ട്രഡീഷനിലുള്ള ഉപകരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് ഗഞ്ചിറ എന്നാണ് അതിന് പറയുക, അത് ദഫല്ല. അത് പിന്നെ ഈ മദ്രസയിൽ കൊട്ടുന്ന ഈ തകരത്തിന്റെ ഇരുമ്പ്, അതും ഗഞ്ചിറയാണ്. ചെറിയ കുഞ്ഞു കുട്ടികൾക്കാണ് ദഫ് തോലും, കാരണം അതിന് നാദമുണ്ട്. ആ സുഖം ദഫിന് നിങ്ങൾക്ക് കിട്ടൂല, കാരണം ദഫ് ടപ് 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 എന്ന് പറഞ്ഞു. ഗഞ്ചിറയാകുമ്പോ ഡും ഡും ഡും. ആ ഡും എന്ന് നിൽക്കുമ്പോ എന്താണ്, ആ പാട്ടിന്റെ വരിയിലൊക്കെ ഡും 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 ആ മൂളലുണ്ടാവും. ആ മൂളലുണ്ടാവുമ്പോ നമുക്ക് പാടാൻ കഴിയുന്നുണ്ടാവും. ആ മൂളൽ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ശ്രുതി. ഇനി ശ്രുതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഉദാഹരണം പറയും. ഒരു ഉസ്താദ് ഞാൻ പ്രസംഗിക്കുക. അപ്പൊ നിങ്ങൾ ഏതെല്ലാം പഠിച്ചു? സ്വരം, നാദം. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നേതാ? ശ്രുതി. സ്വരം പറഞ്ഞല്ലോ, ശ്രുതി എന്ന് പറഞ്ഞ ഒരു ഉസ്താദ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ എത്രയും ഉത്തുംഗമായ ആ വാനത്തേക്ക് എത്തുകയാണ്. എത്തുകയാണ് എന്ന് പറഞ്ഞ ബാങ്ക്. ആൾക്കാർ അതിലിങ്ങനെ അത്രയും മുങ്ങി നിൽക്കുക. അപ്പൊ അവിടുത്തെ പുസ്തകം അവിടെ പോയി പിന്നെ വെള്ളം കുടിച്ച് അപ്പൊ ആൾക്കാരൊക്കെ അതിന്റെ ബാക്കി കേൾക്കാൻ നിൽക്കുക. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അങ്ങനെ. അപ്പൊ സദസ്സിൽ കാണാം ചെറിയ സംസാര ചങ്ങലിൽ പോകും. കാരണം ആളുകൾ അതിന് ഇറങ്ങി. അപ്പൊ ഉസ്താദിൽ പോയ കാര്യത്തിന്റെ പേരാണെന്ത്? ശ്രുതി. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ എന്ന് പറഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തു. അപ്പൊ ആ ശ്രുതി മനസ്സിലുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ബാങ്കിന് ജവാബ് കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞ ആളുകൾ സൈലന്റ് ആയി നേരെ വച്ച് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് എന്ന് പറയുമ്പോൾ പോകും. ആ പോയതിന്റെ പേരാണ് ശ്രുതി. പക്ഷെ ഞാനത് മനസ്സിലാക്കി തരാനാണ്. അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ തന്നെ അത് പോയാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ, അതുകൊണ്ട് തന്നെ പറയുമ്പോ പഞ്ചാബ് പാടിയ ആ സുഹൃത്തിന്റെ പാട്ട് നന്നായില്ല. പാട്ട് നന്നാവാത്തതല്ല, അയാൾ ആദ്യമേ ഇങ്ങനെ പാടുന്നെങ്കിലോ പാട്ട് പോയതല്ല. അതാണ് ശ്രുതി. ഈ ശ്രുതി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മൂളൽ ബാക്കിൽ വേണം. അപ്പൊ എനിക്കൊരു മൂളൽ കിട്ടി. മ്യൂസിക്കിന്റെ ഈ ഒരു ഖിലാഫുകാരനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്റർനാഷണൽ കവാലികളുടെ ആളുകൾ ബാക്കിൽ അങ്ങനെ ബാക്കിങ് കൊടുക്കുന്നവരുണ്ടോ? അത് ആ ശ്രുതിയെ നിലനിർത്താൻ. അതിനിടയിൽ ഒരാള് അല്ല എന്ന് പറഞ്ഞാൽ ശ്രുതി പോകും. മിസ്രില് ഈജിപ്തിലുണ്ടാവും. പിന്നെ ഈജിപ്തിലാണ് ഏറ്റവും മ്യൂസിക്കലായിട്ട് മൗലിദും ഖുർആൻ പാരായണവും. സൗദിയിലെ ഖുർആൻ പാരായണവും ഗ്രാമത്തെ മിസ്റിൽ കൊടുത്തു കഴിഞ്ഞാല് മിസ്റിലുള്ള ഖുർആൻ പാരായണം മ്യൂസിക്കലാണ്. നിങ്ങൾ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി. കാരണം അവർക്ക് കുറച്ചും കൂടി മ്യൂസിക്കൽ പാരമ്പര്യം കൂടുതലാണ്. അതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് അവരുടെ വ്യക്തിപരമായിട്ട് എന്റെ ഒരു കാഴ്ചപ്പാട്. അവർക്ക് കാരണം എന്താ, അവർക്ക് അതൊക്കെ അതുകൊണ്ട് അവർക്ക് മൗലിതൊക്കെ ഭയങ്കര രസമായിരിക്കും. ശ്രുതി ഇല്ലാത്തൊരാളും അവിടെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ശ്രുതിയും താളവും മൗലികമാണല്ലോ ഏറ്റവും ശ്രുതിയിലും ഏറ്റവും താളത്തിലും ഏറ്റവും രാഗബോധവും ഉള്ള ആളുകളെയാണ് ഇത് പാടാൻ മുന്നിൽ നിർത്തേണ്ടതെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അല്ലാതെ അറിവുള്ള ആളുകളെ അത് പറഞ്ഞു കൊടുക്കാൻ നിർത്തണം. ചൊല്ലാൻ നിർത്തേണ്ടത് ഇപ്പൊ ലോകത്ത് വലിയൊരു പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഉണ്ടായാൽ ആലിമുകളായ ആളുകളൊക്കെ ഒരു ആലിമിനപ്പുറം നല്ലൊരു കാരികനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ്. അതില്ലെങ്കിൽ പ്രശ്നം നല്ല ഭംഗിയിൽ നമ്മൾ ഈജിപ്തിലൊന്നും പോയാല് അങ്ങനെ ചൊല്ലിയൊക്കെ നീറ്റായി പറഞ്ഞു. പിന്നെ അത് താളം ഉണ്ടാവില്ല. ആ താളം അവിടെ താളം എങ്ങനെ കൊടുക്കുക? ഒന്നുകിൽ മുടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ബസ് ഒറ്റ കൈകൊട്ടിലൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ. നമ്മളുടെ അല്ലാഹുമ്മ സ്വല്ലി അലാ എങ്ങനെ എത്തുകയെന്ന് പറയും. എല്ലാവരും ഒരേ താളത്തിനിടയിൽ പോകുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് മുന്നിൽ ചാടിയിട്ട് അല്ലാഹുമ്മ. അപ്പൊ താളം പ്രധാനം. താളം ചെറിയ കുട്ടികള് പ്രശ്നം നിനക്ക് കേസായി കുട്ടികൾ പറയാം. പിന്നെ ഞാനിങ്ങനെ പോവാണെങ്കിൽ
എന്റെ കുട്ടീന്റെ മദ്രസയിലുള്ള കുട്ടികള് അവിടുത്തെ കുട്ടികൾ പോലെ റൂമിന്റെ റൂമിന്റെ അങ്ങനെ പറയും. കാരണം അവരുടെ ഉള്ളില് ഈ താളാത്മകത അങ്ങേയറ്റം ഉള്ളത്. ശ്രുതി കിട്ടിയില്ല, താളവും കിട്ടി. അപ്പൊ നമ്മളൊരു പാട്ട് പാടി നോക്കണം, ഈ ശ്രുതിയിലേക്ക് മുഴുവൻ പോകും. അതാണ് മത്സരത്തിന് ചിലർ തുറന്നു, അതിന്റെ അടുത്ത അനുപല്ലവി എത്തുമ്പോ പിന്നെ എന്താ പറയുക, ശബ്ദം അനുപല്ലവി എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശബ്ദം കൂക്കുന്നത് കണ്ടിട്ടില്ല. അത് അതുകൊണ്ടാണ് മത്സരത്തിന് വേറെ പ്രശ്നമുണ്ട്. ഒരു കുട്ടി ഒരു പാട്ട് പാടി, ഒരു കുട്ടി ഇപ്പോ താലോലം പാടുന്ന അയാളുടെ തൊണ്ട അവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കേട്ടിട്ട് നിൽക്കുകയാണ് അടുത്ത ചെസ് നമ്പർ. അയാളുടെ പാട്ട് വേറെ പാട്ടാണ്, പക്ഷെ അയാൾ ആ ശ്രുതിയിലാണ് തുടങ്ങുന്നത്. മനസ്സിലാവണം. അപ്പൊ എന്ത് വേണം? മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ ശ്രുതിയിൽ പാടിയത് മൊബൈലിൽ വേണം. ചെസ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെവിയിൽ വെച്ച് എന്റെ ശ്രുതി ഏതാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താവും? പാട്ട് പ്രശ്നം. ശ്രുതി മനസ്സിലായില്ലേ? താളം മനസ്സിലായില്ലേ? താളം എല്ലാവർക്കും താളുണ്ട്. ഞാൻ നാളെ ബോർഡിലുണ്ട്, കൊല്ലം ജില്ലാ ചെറുകിട കർഷക ഏജൻസി. എനിക്ക് ഭയങ്കര താളായിട്ട്, കൊല്ലം ജില്ലാ ചെറുകിട കർഷക ഏജൻസി തെയ്യം തിരുത തരികിട തിരുതത്തെ അല്ലെ? ഇപ്പോ മസ്താന്മാരായ ആളുകൾ, സൂഫികളായ ആളുകൾ ഇതൊരു പാട്ടിലൂടെ ആളുകളെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള അതിപ്രധാനമായ കാരണം മനുഷ്യന്റെ റൂഹുമായി, മനുഷ്യന്റെ ആത്മസത്തയുമായി, മനുഷ്യന്റെ ഉള്ളുമായി എത്രയും കൂടുതൽ സംവദിക്കാൻ പറ്റുന്നത് സംഗീതത്തിനാണ് എന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇത്രയും പറയാനുള്ള ഒരു കാരണം. അതിങ്ങനെ മാത്രമല്ല ചെയ്യുന്നത്. അക്കാലത്ത് മനുഷ്യരുടെ ഉള്ളിൽ തത്തിക്കളിക്കുന്ന പാട്ടുകൾ എടുത്തിട്ടാണ് ഇവർ പാട്ടെഴുതിയത്. അത് ചിലപ്പോൾ സിനിമാഗാനങ്ങളൊക്കെ ആയിരിക്കാം. അവിടേക്ക് വളരെ പ്രശസ്തനായ ഒരു ആര് പ്രസംഗിക്കുന്നത് ഞാൻ അറിയപ്പെട്ട ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, വളരെ പ്രശസ്തനായ നല്ല പ്രസംഗകനാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പോ എന്റെ ഉസ്താദുണ്ടായിരുന്നു, എത്ര നല്ല പാട്ടാണെന്ന്, സിനിമാ പാട്ടുകളുടെ ഒന്നും ട്യൂണല്ലാത്ത ആ എന്ത് രസമുള്ള പാട്ടാണ്. അവരെന്താ ചെയ്യുക? മനുഷ്യരുടെ ഉള്ളിൽ എന്താണോ അതിനെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോ, അതിനെ ഇലാഹിയായ ഒരു റൂട്ടിലൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അക്കാലത്ത് പാട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനെ മാറ്റി മറിക്കണം. അതുകൊണ്ട് എന്താണ് ഇവരുടെ പിന്നാലെ ആളുകൾ കൂടി. അതുവരെ റബ്ബ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പോലും ആലോചിക്കാത്ത മനുഷ്യർ ഇതിന്റെ പിന്നാലെ പോയി എന്റെ റബ്ബെവിടെ, എന്റെ റബ്ബെവിടെ, എനിക്ക് കണ്ടേ തീരൂ എന്ന് ചോദിക്കാൻ തുടങ്ങി. ചിലരതിൽ മസ്തായി, ചിലരിൽ നിന്ന് പിന്നെയും പിന്നെയും പാർത്തു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹാജ ഗരീബ് നവാസ്, അജ്മീർ, മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ സിൽസിലയിൽ വരുന്ന നിസാമുദ്ദീൻ മെഹബൂബ് ഇലാഹി ഖദ്ദസല്ലാഹു സിർറഹു, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അമീർ ഖുസ്രു ഒരുപാട് പാട്ടുകളുണ്ട്. അമീർ ഖുസ്രു റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സരിഗമ പദനിസ എന്ന് പറയുന്ന 7 സ്വരങ്ങളുണ്ടല്ലോ, അതിനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെക്കുമ്പോഴാണ് എന്താവുക? രാഗം. വെച്ചോ, എന്താണ് രാഗം? അപ്പോ സ വേണേതാ? രണ്ട് രീതിയിൽ, ഒന്ന് ചെറിയ രീതി, വലിയ രീതി, പിന്നെ ഗ. ഇതൊരു പ്രത്യേക രൂപത്തിൽ ചേർത്ത് ചെറിയ രീതിയും ചെറിയ ഗായമാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ വയത് പറഞ്ഞു വരുന്ന ഈ ശൈലി, ഈ രാഗത്തിന്റെ പേരാണ് സിന്ധി ഭൈരവി. ഒക്കെ വരുന്നത് അമീർ ഖുസ്രു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാഗത്തിലൂടെ തന്നെ നമുക്കൊരു ഹൃദയ പരത വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നത് മുസ്ലിംനെസ്സുള്ള മുസ്ലിം സബ്ജക്റ്റ് ഏത് പറയുമ്പോഴും ഈ സിന്ധി ഭൈരവി പറയുമ്പോൾ എല്ലാവർക്കും നല്ലോണം പറ്റും. കാരണം പണ്ട് തൊട്ടേ ഇത് പറയാനുള്ള രാഗം ഇതാണ്. രാഗം മാറിയാലും പോയി. ഞാൻ വേറെ രാഗം പറഞ്ഞ പേരാണിത് രാഗം. ഇങ്ങനെ ഒരുപാട് രാഗങ്ങളുണ്ട്. ഒരു രാഗത്തിൽ തന്നെ പിന്നെ മാറുമ്പോൾ ഇപ്പൊ നിങ്ങൾ എഴുതാനുള്ള പഠിക്കുമ്പോൾ നമ്മൾ ഒരു പാട്ട് പഠിക്കും,
പിന്നെ അതിന് മാനസികാഫാത്തി ഇലൽ, അപ്പൊ വേറെ സാധനം മാറും. ഇതേപോലെ രാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേർത്ത് വെക്കുമ്പോൾ രാഗങ്ങൾ മാറും. അങ്ങനെയാണ് ട്യൂൺ ഉണ്ടാവുന്നത്. ട്യൂൺ സംഗീതജ്ഞരായ ആളുകൾ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ വെച്ചിട്ട് രാഗം ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ ട്യൂൺ. എന്നിട്ട് ആ ട്യൂൺ എടുത്തിട്ടാണ് പല ആൾക്കാരും ഞങ്ങൾ പാടിയ പാട്ടിന് താഴെയൊക്കെ ഞങ്ങൾ പാടിയ പാട്ടിന് നാദസംഗീത ഉപകരണങ്ങൾ ഇല്ലാതെ ആളുകൾ പാടും. ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരാം. ഞാൻ ഈ ഉപകരണ സംഗീതം ഇല്ലാത്ത പാടുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഞാൻ വളരെ അത്ഭുതത്തിലാണ് പറയുന്നത്. എന്നെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയൂല. ആ മുട്ടുന്ന സാധനം മാത്രം വെച്ച് എങ്ങനെ പാടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു അല്ലാത്ത തെജുറോധ തന്നെയാണ് അനുഗ്രഹിക്കുന്നത്. ഭയങ്കര പണിയാണ്. നമ്മളെ കൊണ്ട് സാധ്യമാവില്ല. നമുക്ക് നാദം കിട്ടാതെ. പക്ഷെ നിങ്ങൾക്കും അത് ആ ഗഞ്ചിറയായതുകൊണ്ടാണ് സാധ്യമാവുന്നത്. അതിനെന്തുണ്ട് എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ. ദഫാണെങ്കിൽ പറ്റില്ല. ദഫാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇമ്പത്തിൽ പാടുക സാധ്യമല്ല. ഗഞ്ചിറ കൊണ്ട് പറ്റും, മദ്രസയിലുള്ള അതുകൊണ്ട് പറ്റും. ദഫിൽ ഇമ്പം കിട്ടില്ല. എന്നാൽ ദഫിൽ എന്തില്ല? നാദമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എൻ്റെ ഒരു കാര്യം. നിങ്ങൾക്ക് ഏകദേശം ഈ കാര്യങ്ങൾ ഇനി നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്താണ് രാഗം, എന്താണ് നാദം, എന്താണ് താളം, എന്താണ് ശ്രുതി, ഇതിനെ കുറിച്ച് ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന പാട്ട് പാടുന്ന കുട്ടികളെ സെലക്ട് ചെയ്താൽ, ഇപ്പൊ ഇവര് താളവാദ്യം മാത്രം ഉപയോഗിച്ചിട്ടല്ലേ പാട്ട് പാടാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്താൽ നമുക്ക് അവർക്ക് ആ രീതിയിൽ പാടേണ്ടതിനുള്ള ഒരു പരിശീലനം നമുക്ക് കൊടുക്കുന്നുണ്ട്. പരിപാടി മുഴുനീള പരിപാടി ശബ്ദത്തെ എങ്ങനെ സംരക്ഷിക്കണം, അത് പ്രസംഗകർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യും ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മസിലും നമ്മൾ സംരക്ഷിക്കും. അതായത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് തൊണ്ട, അല്ലെ? ഇതിന് നമ്മളൊരു വർക്കൗട്ടും ചെയ്യാറില്ല. അതിന് വേണ്ട ചില എക്സർസൈസുകൾ വോക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. നിരന്തരം ശബ്ദം കൊണ്ട് പണിയെടുക്കുന്നവർ, അഥവാ പ്രഭാഷകർ, ഉപദേശകർ, പിന്നെ മുദരിസ്മാർ, അധ്യാപകർ, പാട്ടുകാർ, ഇവരൊക്കെ മനസ്സിലാക്കി തൊണ്ടയെ. കാരണം ആയിരക്കണക്കിന് വാക്കുകളല്ല, ലക്ഷക്കണക്കിന് വാക്കുകളാണ് ഒരു ദിവസം സംസാരിക്കുന്നത്. കാലുകൊണ്ട് ലക്ഷക്കണക്കിന് അടി നടക്കുന്നത് പോലെയാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കാനുള്ള ചില എക്സർസൈസ് ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചതിനെ നിലനിർത്തണം. രാവിലെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ, നമ്മുടെ തൊണ്ടയെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തൊണ്ടയെ നമുക്ക് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്കിനി അള്ളാഹുത്താല ഒരു 70 വയസ്സാവുമ്പോൾ ഞാൻ തൊണ്ടയെ കൃത്യമായി എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് തീരുമാനദാസനമായി പറയും. അത് ഇതിന് പറ്റുന്ന ഒരു ഇതാണ്. അതിന് നിലനിർത്താൻ, അതായത് വയസ്സായ ആളുകൾ കൈയിനെയും കാലിനെയും സംരക്ഷിച്ചു നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. സംരക്ഷിക്കാതെ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഈ ചില കാര്യങ്ങൾ പണ്ട് തൊട്ടേ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ ശബ്ദത്തിന് വേണ്ടിയിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കണം, മൈക്കിൽ എങ്ങനെ സംസാരിക്കണം, മൈക്കിന്റെ കൺട്രോളിങ് എന്താണ്, ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇനി ഞാൻ പാട്ടിൽ കയറിയാണ്. സൂഫിയാന കലാം പൊതുവെ മലയാളത്തിലായാലും തമിഴിലായാലും ഉറുദുവിലായാലും, അതാണല്ലോ നമ്മുടെ സബ് കോണ്ടിനെന്റിൽ കൂടുതലുള്ള ഭാഷകൾ. ഇതിൽ വരുന്നത് 3 എണ്ണമാണ്. ഒന്ന് ഹംദാണ്, ഒന്ന് നാത്താണ്, ഒന്ന് മനാഖിബാണ്. ഹംദ് എന്ന് പറയുന്നത് അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ അല്ലാഹു തആലയോടുള്ള ഹംദാണ്. പക്ഷെ സൂഫിയാനയിൽ വരുമ്പോൾ അത് ഭക്തിഗാനങ്ങളായിരിക്കില്ല, അള്ളാഹുവുമായിട്ടുള്ള പ്രണയഗാനങ്ങളായിരിക്കും. അതാണ് വ്യത്യാസമുള്ളത്. ഇപ്പോ മലയാളത്തിൽ ഇപ്പോ കണ്ണീരിൽ മുങ്ങിയാൽ കൈകൾ കെട്ടുന്നു പെരുവനെ, കരയാനും പറയാനും നെയ്യാലാതാരുമില്ല കോനെ, ഇത്തരം കാര്യങ്ങൾ സൂഫിയാന കലാമിൽ പൊതുവെ മസ്താന്മാരുടെ പാട്ടുകളിൽ ഉണ്ടാകും. അതിലുണ്ടാവുക അള്ളാഹുവുമായിട്ടുള്ള പ്രണയത്തെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഭയങ്കര രസമുള്ള നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ച്. മണ്ണാർക്കാട്ട് മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിൽ പോകുമ്പോൾ ചാറും പത്തിരിയും വേണം പറഞ്ഞേ. എന്ത് മനസ്സിലായി? പാട്ടിലുണ്ട്, ഞാൻ വാർത്ത പറയാം. മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിൽ പോകുമ്പോൾ ചാറും പത്തിരിയും വേണം പറഞ്ഞേ. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആളുകളെ
ചാതും പത്തിരിയും കൊണ്ടുവന്ന് വീട്ടുകാരനെ അയാൾക്ക് ചാതും പത്തിരിയും കൊടുത്താൽ മുറാദൊക്കെ അതാവുന്ന വീട്ടിൽ തരുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ കൊണ്ടുകൊടുക്കും. അദ്ദേഹം പറയുന്നത് മമ്പുറത്തുനിന്ന്, മണ്ണിന്റെ പുറത്തുനിന്ന് മണ്ണാക്കാട്ടിലേക്ക്, മണ്ണിന്റെ താഴേക്ക് പോകുന്നതിന് മുമ്പേക്ക് 4 പത്തിയും 4 പത്തിയും 24 കലിമത്ത് തൗഹീദിലെ 24 അക്ഷരങ്ങൾ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഏറെ മണ്ണാറ് കാട്ടിലേക്ക് പോയതിൻ പിൻ വേറെ മഞ്ചേരി, മണ്ണിന്റെ ചേരി മണ്ണാറ് കാട്ടിൽ, അങ്ങനെ പാട്ടുണ്ട്. ഈ രീതിയിലുള്ള പിന്നെ പാട്ടുകളാണ് ഇത് ഇവർ കണ്ടുപിടിക്കുക ചെയ്തത്. നിങ്ങൾക്കറിയാം, ഖൈസുബുൽ മുലഫയുടെ അറബ് പുരാതത്വമാണ് ലൈലാ മജ്നു, അല്ലെ? ഈ ലൈലാ മജ്നു ഒരു സാധാരണ അതിരസകരമായ മനോഹരമായ ഒരു പ്രണയകഥയാണ്. പണ്ട് തൊട്ടേ ആളുകൾ പ്രണയത്തിന്റെ ഉദാഹരണത്തിന്, പ്രണയ നഷ്ടത്തിന്റെ ഉദാഹരണത്തിന്, കാമുകനും കാമുകനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഉദാഹരണത്തിന് പാടി വന്നിരുന്ന പാട്ടാണ്. നിസാമുദ്ദീൻ ഗഞ്ചവി റഹ്മത്തുള്ളാഹിയാണ് ഇതിനെ ആദ്യമായിട്ട് ഇത് മനുഷ്യനും പ്രഭുവും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ പ്രേമം ആകാശലോകത്തുണ്ടായ പ്രണയം. എന്നെ കൊത്തു കെൻസൻ മഫിയ അഹ്ബബ്തു അൻ ഉറഫ് വഖലഖ്തു ഖൽഖ. അപ്പൊ ഞാൻ അങ്ങേയറ്റം എന്നിൽ അഗാധമായ പ്രണയമുണ്ടായി. ആ പ്രണയത്തിന്റെ പ്രകടിത രൂപങ്ങളാകും ഈ സൃഷ്ടികളൊക്കെ. അതാണ് മാനപ്രേമം. ഈ ലോകമാകട്ടെ എന്താണ്? ബാധ്യം മാഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഉള്ളത്, കാലാതീതമായി ഉള്ളത് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ബാക്കിയൊക്കെ കാലത്തിനനുസരിച്ച് മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പൊ അതൊന്നും അല്ലാതെ മാത്രമേ. അപ്പൊ എന്താണ്? മായാലോകത്തല്ലോ ലീല. ഈ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്താകുന്നു എന്റെ ഈ ലീല മുഴുവൻ. ഈ കളികൾ കാണാതെന്നും ഇരിക്കും നമതേ. ചിലതിങ്ങനെ മാതേ എന്നുള്ളതാണ്. നമ്മൾ തമിഴാണ്. നമ്മൾ കാര്യങ്ങൾ കാണുന്നില്ലല്ലോ. കാണാതെന്നും ഇരിക്കും നമതേ. കാറ് കയറിയാൽ കൊള്ളാമോ സീതേ. സീതേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. നേരെ കാറ് കയറിയാൽ, കാറ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ നമ്മുടെ ശരീരം അഞ്ചരമാണ് കാറ്. ആ കാറ് ഞാനല്ലല്ലോ. ആ കാറിനകത്തുള്ള ആ സാധനത്തിന്റെ പേരാണ് ഞാൻ. ആ ഞാൻ ഉള്ളത് ഈ കാറിനകത്താണ്. അപ്പൊ കാറ് കയറിയാൽ അതിൽ കയറിയിട്ട് സീരെ വെറുതെ ഇത് എന്താണ്, ഈ കാർ എന്താണെന്ന് അറിയാതെ കാറിൽ ഇരുന്നിട്ട് ആ സ്റ്റിയറിംഗ് ഓട്ടിയിട്ട് കാർ ഇങ്ങനെ പോകാനാണ്. കാർ കയറിയാൽ കൊള്ളാമോ സീര. താനും കണ്ണിലുണ്ണി തരണം എന്നിന്. എപ്പോഴും എന്റെ കണ്ണിലുണ്ണിയായ ഈ കാറിൽ കയറിയതിന്റെ ലക്ഷ്യമായി നീ തന്നെ റബ്ബേ എന്നെ ഉണ്ടായിരിക്കണേ. അതിന് ലാസ്റ്റ് വരി ഞങ്ങൾക്ക് പഠിത്താൻ കിട്ടിയത് കവി എന്നുള്ള ഒരു പ്രത്യേക തരം കവന രീതിയാണ്. അതൊരു പ്രത്യേക തരം ഒരു ഉസ്ലൂബാണ്, ഒരു കവിത എഴുതാനാണ്. അത് പിന്തുടരുന്ന ആളുകളാണ് പുലവർ കവികൾ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നലാപ്പറമ്പൻ കടായിക്കൽ മൊയ്തീൻ കുട്ടി ഹാജി. അദ്ദേഹമാണ് 21 കാലത്ത് ഹിച്ച്കോക്കിന്റെ മുമ്പ് പോയി പാടുന്നത്. ബെല്ലാരി ജയിലിട്ടു അദ്ദേഹത്തെ. ബെല്ലാരി ജയിലിട്ടപ്പോ അവിടുന്ന് പാടി. ഇവിടെ മദ്രാസ് ജയിലിൽ നിന്നാണ് അദ്ദേഹം പാടിയത്. എനിക്ക് പേടിയില്ലേ? പേടി എന്ന് പറഞ്ഞത് തൊട്ട് നിൽക്കാത്ത ആളുകളായിരുന്നവരൊക്കെ. അതുകൊണ്ടാണ് അവർ വിപുല ജീവിതം നയിച്ചത്. സൂഫിയായിട്ടുള്ള ആളുകൾ, ഞാൻ സൂഫികൾ എന്നുള്ള അർത്ഥത്തിലല്ല ആളുകൾ. ഞാൻ ഇപ്പൊ തൽക്കാലം പഠിക്കുന്നത് സൂഫി കവികൾ കൂടി ആയിട്ടുള്ള ആളുകളെ ഞാൻ ഇപ്പൊ പരിഗണിക്കുന്നത് നമ്മുടെ സംസാരം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ പോലെ അറിയുന്നതാണ്. ഇതാണ് നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ടച്ച് ചെയ്യാതെ, നിങ്ങളുടെ പഠന വഴിയെ ടച്ച് ചെയ്യാതെ നിന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇച്ഛമസ്ഥാനം കണ്ണൂരിലാണ് ജീവിച്ചത്. പിച്ചള കച്ചവടക്കാരൻ, നല്ല കച്ചവടക്കാരൻ. അദ്ദേഹത്തിന് ഒരിക്കലും ഈ ചെമ്പിന്റെ ഒരു ചെറിയ തകിടുണ്ട്. ആ തകിടിൽ അല്ലഫൽ അലിഫു നിലാമ മദനി ആലൽ ആലിഖാൻ അവല സുദൂരി ബിസ്മില്ലാഹി വദിൽ ഖാലിൻ ഖാലിൻ ലാമൻ ലാമ ഹവാ മൻ ലാമ ലാമ ലഹു ഫമാ ലാമ ഇല്ലാ അന്ന ഫീ ഉസ്നി ബഖറിൻ ലാമ ലാ. ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ടുള്ള അതിമനോഹരമായ കവി കണ്ടിട്ട് ഇതിന്റെ പൊരുൾ അന്വേഷിച്ച് അദ്ദേഹം കായൽപട്ടണത്തിൽ
കായൽ പട്ടണത്തിൽ നമുക്കറിയാം, അവിടെയാണ് ഉമറുൽ ഖാദിരിയും സദഖത്തുള്ള ഖാദിരിയും. ജാതി മതഭേദമന്യേ തമിഴ്നാട്ടിലുള്ള പ്രണയികൾ സദഖത്തുള്ള അപ്പ എന്നും ഉമർ അപ്പ എന്നും വിളിക്കുന്ന വ്യക്തി. പിന്നീട് അദ്ദേഹത്തിനുണ്ടായ ജീവിതത്തിലുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലാണ് പിന്നീട് അദ്ദേഹം മടങ്ങി വന്നത്. 25,000-ലധികം അതിമനോഹരമായ കവിതകൾ. ആ ഖുർആന്റെ ഇതിനെ ചേർത്ത് സൂറത്ത് പോലെ എന്റെ സൂറത്ത്. നമ്മുടെ മലയാളത്തിലേക്കുമ്പോ സീനും സ്വാതന്ത്ര്യം, മസ്താന്മാർക്ക് പറയില്ല എന്ത് സൂറത്തുമാണ്. ഇനി ഞാൻ എന്ന സൂക്തത്തിന്റെ പേരാകുന്നു ഇഖ്റ. നീ ആദ്യം വായിക്കേണ്ടത് നിന്നെയാകുന്നു. നീ എന്ന സൂക്തമാകുന്നു. മാലം ഏഴം വേണ്ടോളം ചേരി. അപ്പൊ നീ അങ്ങേ അറ്റത്തെത്തുമെടി. മാലം ഏഴം അപ്പൊ ഒന്നും അറിയില്ല, എല്ലാം അവൻ പഠിപ്പിച്ചതാകുന്നു എന്ന ഉന്നത മഖാമിലേക്ക് നീ എത്താൻ നീ നിന്നെ തന്നെ ഇഖ്റ കൊണ്ട് വായിച്ചാൽ മതി. 24 അക്ഷരങ്ങൾ. ഈ 24 അക്ഷരം പിന്നെ കലിമത്തുൽ തൗഹീദിന് 24 അക്ഷരം. അപ്പൊ 24 മണിക്കൂർ, 24 മണിക്കൂറും ഓരോ ഹർഫുകളെ കുറിച്ച് ആലോചിക്കാനുണ്ട്. 7 പദങ്ങൾ കലിമത്തുൽ തൗഹീദ്. ആ 7 ആഴ്ചയിൽ ഓരോ ദിവസവും 7 സിഫാത്തുകളെ കുറിച്ച് ഈ കലിമത്തുൽ തൗഹീദിന്റേതായിട്ടുള്ള എഴുത്തിബാറിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നതൊക്കെ പാട്ടിലുള്ളതാണ്. അതൊക്കെ ഞാൻ പറയുന്ന പാട്ടിലുള്ളത് മാത്രം കാര്യങ്ങളാണ്. ഇതൊക്കെയും പാട്ടിൽ വന്നതാണ്. ബാക്കി പുള്ളി ഒരു പാത്, അതിന് താഴെ ഒരു പുള്ളി വരുന്ന നമുക്കറിയാം ഹജ്ജാജിന്റെ കാലം അല്ലെ. പക്ഷെ അതിനെ ആ പുള്ളി ഒരു നുക്തയാക്കിയിട്ടാണ്. ബാഗിന്റെ താഴെ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയിലേക്ക് ബാഗിന്റെ മേലെ നിന്നും ഒരു വള്ളി ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ട് അതിനെ കീഴ്മേൽ മറിച്ചാൽ അത് മതിലേക്ക് കുപ്പ പോലെ കാണാം. അപ്പൊ ബാഗ് എന്നാൽ കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ അനക്കവും അടക്കവും ഞാനും നീയും പ്രണയപ്പൊരുളായ റബ്ബിനെ കൊണ്ടാകുന്നു എന്ന ജ്ഞാനത്തിന്റെ കള്ള് എന്നെ കുടിപ്പിച്ച മഹാഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണുള്ളത്. ഇനി മീമായ മീമിൽ മിഅ്റാജ്. മീമായ മീമിൽ 3 മീമിനെ ചേർത്ത് വെച്ചാൽ നിനക്ക് ഉന്നത മഖാമിൽ എത്താം. അപ്പൊ മുഹമ്മദ് മീമുൻ ആദ്യത്തിൽ, പിന്നീട് ശബ്ദ് വരുന്നത് കൊണ്ട് 2 മീമും. അല്ലാഹു തആല 2 ഉമ്മ കൊടുത്തു മുഹമ്മദ്. അല്ലാഹു തആല 2 ഉമ്മ കൊടുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനം. അല്ലാഹു തആലയുടെ 2 ഉമ്മ, 2 kisses, അതിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മീമായ മീമിൽ മിഅ്റാജ്. മിഅ്റാജിന്റെ ആദ്യവും മീമാണ്, മുസ്ഹഫിന്റെ ആദ്യ മീമാണ്, മുറബിയുടെ ആദ്യ മീമാണ്. മീമിന്റെ കോലം ഒരു താക്കോല് പോലെയാണ്. മീം എഴുതുന്നത് ഒരു ചാവി പോലെയാണ്. ചാവി. മിഫ്താഹിന്റെ ആദ്യവും മീമാണ്. മിഫ്താഹ് എന്നാൽ ഫത്ഹ് ലഭിക്കാനുള്ളത്. ഫത്ഹ് ലഭിക്കണമെങ്കിൽ മീം എന്ന താക്കോല് കൊണ്ട് ലാം അലിഫിന്റെ കെട്ട് തുറക്കുമ്പോൾ ലാം അലിഫിന്റെ കെട്ടഴിഞ്ഞും അത് അലിഫായി എല്ലാ സകല നിഷേധങ്ങളും അഴിഞ്ഞു പോവുകയും അലിഫ് എന്ന ഏക യാഥാർത്ഥ്യത്തിലേക്ക്, ആ പ്രണയ യാഥാർത്ഥ്യത്തിലേക്ക് അത് ചെന്ന് ചെയ്യുകയും ചെയ്യും. പിന്നെ പറയുന്നത് റാബിയത്തുൽ അദവിയ ഖദ്ദസല്ലാഹു സിറഹൽ അസീസ്, അവരുടെ ഒരു കോട്ടിംഗ് ആണ് പിന്നീട് ഇച്ഛാസ്ഥാൻ പറയുന്നത്. ഇച്ഛപ്പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. ഇച്ഛ പച്ചയിൽ കച്ചവടം ചെയ്യുന്നില്ല. എനിക്കിത് ബിസിനസ്സേ അല്ല, ദൈവവുമായിട്ടുള്ള പ്രണയം എനിക്ക് ബിസിനസ് അല്ല. എനിക്ക് വേണ്ടത് ഉച്ച നേരം ലിഖാ എന്നിൽ കാട്ടിടല്ല. ഏതാണ് ഉച്ച? നമ്മുടെ ഉള്ളിൽ പ്രണയപ്പൊരുളായ റബ്ബ് ഇല്ലാത്ത സമയത്തിന്റെ പേരാണ് ഉച്ച. വെയിൽ, ഊഷരം, നനവില്ലാത്ത നേരം റബ്ബുള്ളിലില്ലേ, അപ്പോൾ അതിനെ ഇവർ പറയും ഉച്ച. ഉച്ച വേറെ ഒരുപാട് പാട്ടിലുണ്ട്. ആ ഉച്ചയിൽ എനിക്ക് വേണ്ടത് നിന്റെ ലിഖാആണ്. നീ ഏത് സമയവും എന്റെ അടുത്താണെന്ന്. അയിനമാക്കുത്തും, നീ എവിടെയായാലും, നീ സന്തോഷത്തിലായാലും, നീ സന്താപത്തിലായാലും, നീ അങ്ങേയറ്റത്തെ ഉല്ലാസത്തിലായാലും, നീ ദുഃഖത്തിലായാലും, നീ വിരഹത്തിലായാലും, കൂട്ടത്തിലായാലും, ഒറ്റക്കായാലും, നിന്റെ കൂടെയുള്ളത് വേറെ ആരും കൂടെയില്ല. ബാക്കി കൂടെയുള്ളത് അവൻ നിർത്തിയത് കൊണ്ട് ഉണ്ടായതാണ്. അവനാകുന്നു കൂടെ എന്ന ആനന്ദത്തിൽ നീ ആയി നോക്ക്. എന്റെ പുതുമോഹിനി
കോനവനെ ഗ്രഹിക്ക് ബഹുമാനം നീ. നിനക്ക് നീ എന്ന ഓർമ്മയുണ്ടാകുന്നതിന് മുമ്പേ നിന്നെ കുറിച്ച് ഓർത്തവനാകുന്നു പ്രണയപൂർവ്വമായ റബ്ബ്. അത് നീ ഒന്ന് ഓർത്തു നോക്ക്. അപ്പൊ ആ ആനന്ദത്തിന്റെ മസ്തിലാണ് അവർ ഏത് സമയത്തും ഉണ്ടാകുന്നത്. ഈ പാട്ട് മാത്രം പാടി നിൽക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഞാൻ ചിലപ്പോൾ ഇത്തരം ലോകങ്ങളിലൂടെയൊക്കെ പോകുന്നവരും സഞ്ചരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ അറിയുന്നതും ഇവിടെ പറയാൻ എനിക്ക് അനുവാദവുമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പാട്ടിന് ഏത് സമയവും ഇതേക്കുറിച്ച് പാടി മാത്രം നിൽക്കുന്നു. ഈ ഒരൊറ്റ പിന്നെ ഇത് മാത്രം പറഞ്ഞു ഓടിയോ നിൽക്കുന്ന ആളുകൾ ഏത് സമയവും അറിയുക നീ അവരെങ്ങനെ പാട്ടാക്കുകയാണ്. ഈ പാട്ടാക്കിയതൊന്നും ലോകത്തെ സൂഫി കാവ്യങ്ങളിൽ ഏറ്റവും ഉന്നതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവൻ മസ്നവി മഹ്നവി ജലാലുദ്ദീൻ റൂമി ഖദ്ദസല്ലാഹു അതടക്കം ഉള്ള പാട്ടുകൾ അവരെന്താണോ ധ്യാനം ചെയ്തത് അത് മുഴുവൻ അതിന്റെ സത്ത് മുഴുവൻ അനുഭവം കൊണ്ട് കുടിച്ച ശേഷം അതിന്റെ ചണ്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ പാട്ടൊക്കെ. നമുക്കത് വലിയ കരിമ്പാണെങ്കിലും അവരുടെ കരിമ്പൊക്കെ അവർ കുടിച്ചിട്ട് അനുവാദമുള്ളത് മാത്രം ഈ ബാഹ്യാക്ഷരങ്ങളിൽ എഴുതുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ബശരീയത്തിനെ കുറിച്ച്, ആ ബശരീയത്തിൽ തന്നെ മറ്റ് ബശരീയത്തിന്റെ തഫാദലിൽ വന്ന മറ്റ് മനുഷ്യരൊക്കെയും കണ്ടിട്ടുള്ള മുഅ്ജിസാത്തിനെ കുറിച്ചുള്ള പാട്ടുകൾ അത് മദ്ഹ് എന്ന് പറയും. സൂഫിയാനകത്ത് അവിടുത്തെ ഖുസൂസിയത്തിനെ കുറിച്ചും അവിടുത്തെ നൂറാനിയത്തിനെ കുറിച്ചുമാണ്. അതാണ് ഒരു വ്യത്യാസം. മഹാനായ മുഹമ്മദ് കലാമാണ്. അപ്പം മലയാളത്തിൽ അത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഒരു ആള് പറയുന്നത് എന്തൊരു അറബിയാണ് തൂ നീ എന്നാണല്ലോ പറയുന്നത്. ആപ്പനാണല്ലോ എല്ലാ രാത്രികളിലും ആപ്പനാണ്. പക്ഷെ അവിടെ തൂന്നില്ല അർത്ഥം അവിടെ നിന്ന് തന്നെയാണ്. ഭാഷയിൽ അറബ് ഭാഷയിൽ ഇഖ്തിറാമിന് നമ്മൾ ജമ്മു ഉപയോഗിക്കാറില്ല, അന്ത എന്ന് തന്നെ പറയുന്നത്. യാ റസൂലല്ലാ അന്ത എന്ന് തന്നെ പറയുന്നത്. നമുക്ക് മലയാളത്തിലാണ് താങ്കൾ, അവിടുന്ന്, അവിടുത്തെ എന്നൊക്കെ വിവിധ പദങ്ങളുണ്ട്. ഇംഗ്ലീഷിലും യു എന്ന് തന്നെയും, ഉറുദുവിലും തൂ എന്നും തു എന്നും ആപ്പ് എന്നും ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ തൂ എന്നുള്ളത് എന്താണ്? ലോക പ്രശസ്തമായ ഒരു ഗസലുണ്ട്. അതിനിങ്ങനെ പറയുന്നു, ആദ്യം തൂ എന്നായിരുന്നു, പിന്നീട് ബഹുമാനം അടുപ്പം ആദ്യം ആപ്പ് എന്നായിരുന്നു, അടുത്ത് വന്നപ്പോ തു എന്നായിരുന്നു, വളരെ അടുത്ത് വന്നപ്പോ തു എന്നായിരുന്നു. ആ അർത്ഥത്തിലാണ് തൂ കുജ, ഞാൻ എവിടെ, നീ എവിടെ, മൻ കുജ, ഞാൻ എവിടെ, പേർഷ്യനാണ്. അപ്പൊ ഖുസൂസിയത്തിനെ കുറിച്ചും അവിടുത്തെ നൂറാനിയത്തിനെ കുറിച്ചുമാണ് സൂഫിയാനാത്ത് ഉണ്ടാവുന്നത്. അതാണ് സൂഫിയാനാത്തിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മനസ്സിലാകും. മറ്റത് മദ്ഹ് കാവ്യങ്ങൾ, അവിടുത്തെ ഇവിടെ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഈ പ്രപഞ്ചത്തിൽ അവിടുന്ന് എങ്ങനെയാണോ അവിടുന്ന് നിറഞ്ഞാടിയത് അതിനെ കുറിച്ചാണ് മദ്ഹ്. എന്നാൽ ആ കർട്ടൻ മാറ്റി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് സൂഫിയാനാത്തിൽ ഉണ്ടാവുക എന്ന് മാത്രം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മോചനത്തെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൂഢമായ അവിടുത്തെ ആ ഉന്നതാവസ്ഥയെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഈ സമസ്ത അലിഫക്ഷര കടലിൽ സിറായി നിറഞ്ഞ നദി, ജലാൽ ഇമാം കുതുബി, അഭിര കുറിമല ഭൂ എന്റെ ഇഷ്കതിലെ ഊട്ടിത്തെളിച്ച ജർബി എന്ന് അവിടുത്തെ പ്രവാചകനെ കുറിച്ച്. പിന്നെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഈ പ്രവാചകനെ കുറിച്ച്. പിന്നെ ഇനി മനാഖിബ് എന്ന് പറഞ്ഞാല് ഔലിയാക്കളായിട്ട് മനുഷ്യർ കാണുന്ന മഹാഗുരുക്കന്മാരെ കുറിച്ചുള്ള പാട്ടുകൾ. ആ പാട്ടും മദ്ഹല്ല. മദ്ഹ് പറയുന്നത് ഖാജാമൊയ്തീൻ ചിശ്തിയെ പറ്റി ഒരുപാട് പാട്ടുകളുണ്ട്. അവർ പകർന്നു തന്ന പാഠങ്ങൾ അല്ലെങ്കിൽ അപ്പോ മഹാന്മാരായിട്ടുള്ള ആളുകളെ പരിഹസിച്ചപ്പോ എനിക്ക്
പിച്ചിക്കോയ നമ്മൾ പാടി. വട്ടനിലാവ് ഉദിച്ചുയരുമ്പോൾ പട്ടികൾ കുരച്ചിട്ടെന്ത് ഫലം, ഈ പട്ടികൾ കുരച്ചിട്ടെന്ത് ഫലം എന്ന്. അപ്പൊ ഇങ്ങനെ മനാക്കിബുകൾ ലോകത്ത് നമ്മൾ ആദ്യം കാണുന്ന, നമ്മൾ പരിചയിച്ച മനാക്കിബ് കൊണ്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അത് മുഹീദ്ദീൻമാരാണ്. കേരളത്തിൽ ആദ്യമായി കണ്ടെടുക്കപ്പെട്ട പൊരുൾ പ്രപഞ്ചവും ഗൂഢരഹസ്യങ്ങളുടെ ആകാശവുമാണ് സുഹൃത്തുക്കളെ മുഹീദ്ദീൻമാല എന്ന് പറയുന്നത്. അത് അതിനെ ചൊല്ലിപ്പോകുന്നു. വേറെ ഏത് മാലയും അതിന്റെ ചുവട് പിടിച്ച് ഏത് മാലയും ഈ എസോട്ടറിക് സെൻസിൽ അങ്ങോട്ട് എത്തുകയില്ല. മുഹീദ്ദീൻമാലയുടെ അങ്ങോട്ടേക്ക് എത്തുകയില്ല. കാരണം അത് എഴുതിയ ആള് ആലിമും അതേസമയം ആരിഫും. അതുകൊണ്ടാണ് അത്രയും സുന്ദരമായിട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പൊ നമ്മുടെ അതുക്കിയാണ്. കാരണം ഇതിൽ കുറെ രസങ്ങളും തമാശകളും കളിയാക്കലും ഒക്കെ ഉണ്ടാകും. നേരെ മറിച്ച് ആലിം ആരിഫായി വരുമ്പോൾ അതിനൊരു യുദ്ധം ഉണ്ടാകും. അതാണ് നമുക്ക് അതുക്കിയെയും നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റത് വേറെ രീതിയിലുള്ള പാട്ടുകളായിരിക്കും. ഇവർ എന്തും പാടും, എന്തും പിടിക്കും, ആളുകളെ അർത്ഥത്തിലൊക്കെ വിളിക്കുന്നു. നിങ്ങൾ തന്നെ പലതരത്തിലുള്ള ആളുകളുടെ ചരിത്രങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ഗുരുവായിട്ട് വന്ന പുലി മുഹീദ്ദീൻ സാഹിബ്, പുലി മുഹീദ്ദീൻ അൽ ബഡ്കരി, എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ. അവരൊക്കെ പാടിയ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മസ്തമായിൽ നിന്ന് പിന്നെ കായലരികത്ത് വരയെറിഞ്ഞപ്പോ വളയൊരുക്കിയ സുന്ദരി എന്ന് പാടിയിരുന്നത്. അപ്പൊ എന്താണ് അവരെ തന്നെ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ പിന്നെ കേട്ടിന് കുറിയെടുക്കുമ്പോ ഒരു കണക്കിന് ചേർക്കുന്നേ, നിന്റെ ഉന്നതമായ ഗൂഢരഹസ്യങ്ങളുടെ ആ കടലിലേക്ക് നീ അങ്ങനെ വലയെറിയുന്ന ആ സമയത്ത് നീ നിന്റെ ഇഷ്ടക്കാരുടെ ആ അകലുകളിലേക്കുള്ള ആ മറുക്കിലേക്ക് നീ എന്നെ കൂടി ചേർക്കണേ. മിസ്റ്റിക് പ്രിസം ആണ്. പ്രണയഗാനങ്ങൾ ഇഷ്ടംപോലെ ഏത് സാധാരണ മനുഷ്യനും ഒരു പ്രണയഗാനം കേൾക്കുക അയാളുടെ പ്രണയിനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ റബ്ബിനെ പ്രണയിക്കുന്നവർ ഏത് പ്രണയഗാനവും റബ്ബിലേക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് കേൾക്കുക. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇതിലും ഓരോന്ന് ആപ്പിനെ കുറിച്ചുള്ള പാട്ടുകൾ, സിഫത്തുകളെ കുറിച്ചുള്ള പാട്ടുകൾ, അഫാലിനെ കുറിച്ചുള്ള പാട്ടുകൾ, ആസാറിനെ കുറിച്ചുള്ള പാട്ടുകൾ, ഇതിനൊക്കെയുള്ള വിഭജനങ്ങളുണ്ട്. അത് ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ പാട്ടിനെ പറ്റി ഞാൻ ഈ പറഞ്ഞതൊക്കെ പാട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരു അക്കാദമികമായ രീതിയിൽ മാത്രം നിങ്ങൾ എന്റെ സംസാരത്തെ എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ വേറെ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. എന്റെ പാട്ട്, നമ്മുടെ നടപ്പ്, നമ്മുടെ വേഷം ഇതൊക്കെയും സൂഫി ഗാന പാരമ്പര്യത്തിൻ്റെതാണ്. അല്ലാതെ നിങ്ങൾ അതിനെ ഒരു എളിമയായ ഒരു പാരമ്പര്യത്തിൻ്റെതായിട്ട് മനസ്സിലാക്കരുത്. നിങ്ങളുടെ ഉയരലുകൊണ്ട് ഉയച്ചു മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കേട്ടാൽ മതി. ഈ പാടുന്ന പാട്ടുകളെയും എൻ്റെ വാക്കുകളെയും മാത്രം വിലയിരുത്തിയാൽ മതി. അതിനപ്പുറമുള്ള എൻ്റെ ജീവിതത്തെയോ മറ്റോ ഒന്നും നിങ്ങൾ അങ്ങനെ വിലയിരുത്തേണ്ടതില്ല. ഞാൻ എത്ര സമയവും നിങ്ങളുടെ മുമ്പിലൊക്കെ ട്രെയിനിന് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള എത്ര സമയവും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഉസ്താദ്മാരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതിന് എന്തെങ്കിലും സംസാരിക്കാനോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വേണ്ടത് ഉസ്താദ്? അതുകൊണ്ട് ഉദ്ഘാടന പരിപാടി കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൂടി സംസാരിച്ചു.